സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ അമർ ഫെറ്റിൽ നമ്മോടൊപ്പം തത്സമയം ഈ ചർച്ചയിൽ ചേരുന്നു. കൊല്ലത്തെ മെഡിട്രീന ആശുപത്രിയുടെ MD ഡോക്ടർ പ്രതാപ്, അദ്ദേഹം കൊല്ലത്ത് നിന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. IMAയുടെ പ്രതിനിധി ഡോക്ടർ ശ്രീജിത്തൻ കുമാർ, അദ്ദേഹവും നമ്മോടൊപ്പം ചർച്ചയിൽ ചേരും തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം വിഷ്ണു സാബു എന്നൊരാൾ കൂടെ നമ്മോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വലിയ ഞെട്ടലുണ്ടാക്കുന്ന തുകയുടെ ബില്ല് കണ്ട് അക്കാര്യത്തിൽ ഒരു പരാതിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുക. ആദ്യം ഡോക്ടർ പ്രതാപ്, ഈ സർക്കാർ നിശ്ചയിച്ച ഈ നിരക്ക് തൃപ്തികരമായതല്ലേ? സ്വകാര്യ ആശുപത്രികൾക്ക് വലിയ പ്രവർത്തന നഷ്ടമൊന്നും ഉണ്ടാകാതെ ഈ മോശം കാലത്തെ അതിജീവിച്ച് പോകാൻ സാധിക്കാവുന്ന നിരക്ക് തന്നെയല്ലേ അത്? 15,000 രൂപ NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ICU നിരക്കെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ആ നിരക്കിനെ സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ചില ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഇതിനകത്ത് നമ്മൾ പറയാതിരിക്കാതെ വയ്യ. കാരണം ഒരു പേഷ്യന്റിനെ നമ്മൾ ICUവിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയാണ് കിടക്കുന്നത്, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലിലാണ്? പലപ്പോഴും നമ്മൾ ICU വാർഡുകൾ എന്ന് പറയുന്നത് പല ഹോസ്പിറ്റലിലും നഴ്സിംഗ് ഹോസ്റ്റലുകൾ കൺവേർട്ട് ചെയ്ത് ICU വാർഡാക്കി മാറ്റുന്നവരുണ്ട്. അവരുടെ തന്നെ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ ICU കോവിഡ് വാർഡാക്കി മാറ്റുന്നവരുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു 10 ബെഡുള്ള ഒരു പേഷ്യന്റിനെ ICUവിനകത്ത് കിടത്തുന്ന സമയത്ത് ഇവർക്ക് എന്തൊക്കെ തരം ഇൻവെസ്റ്റിഗേഷൻസ് വേണം? ഇപ്പം ഒരു പേഷ്യന്റ് തന്നെ 3 or 4 പ്രാവശ്യം ABG ചെയ്ത് നോക്കി ക്രിട്ടിക്കൽ പേഷ്യന്റിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഈ റേറ്റ് പോരാതെ വരും. നമ്മളൊരു പേഷ്യന്റിനെ ഒരു HRCT ചെയ്യാനായിട്ട് HRCT ആക്ച്വലി എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് ഓൾറെഡി പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ആരാണ് ഇവരെ ചികിത്സിക്കുന്നത്? ഒരു മെഡിക്കൽ ഓഫീസർ ആണോ ചികിത്സിക്കുന്നത്? ഒരു ഇന്റൻസിവിസ്റ്റ് ആണോ? ഒരു പൾമണോളജിസ്റ്റ് ആണോ? ഫിസിഷ്യൻ ആണോ? എത്ര പ്രാവശ്യം ഈ രോഗിയെ കാണുന്നു? ഇതെല്ലാം നമ്മളുടെ ഈ ഒരു കാര്യത്തിൽ വരേണ്ടി വരും. PPE കിറ്റ് 5 എണ്ണമാണ് ഒരു ICUവിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പേഷ്യന്റിന് നേരെ ICUവിൽ നിന്ന് ഒരു അറ്റൻഡർ നഴ്സ് ഇവരുടെ സഹായത്തോടെ നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ PPE കിറ്റ് ഇൻസഫിഷ്യന്റ് ആയി ഒരു ദിവസത്തേക്ക് 24 hours ഇൻസഫിഷ്യന്റ് ആയി വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ മറക്കാതിരിക്കുക. ഇതിനെല്ലാം അപ്പുറത്ത് ഞാൻ പറയുന്ന ഈ പേഷ്യന്റ് തന്നെ ഹൃദയാഘാതമോ സ്ട്രോക്കോ വന്നാൽ അവരെ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണോ അല്ലയോ എന്ന് വ്യക്തമല്ല ഈ ഒരു റേറ്റിനകത്ത്. പിന്നെ ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ ലഭ്യത ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ സാധാരണ സർക്കാർ ഹോസ്പിറ്റലിൽ കൊടുത്ത ശേഷമാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഇത് പലപ്പോഴും ഇതൊക്കെ പ്രശ്നങ്ങളായി വരാം. ഇങ്ങനെയുള്ള ചില ലിമിറ്റേഷൻസ് ഒഴിച്ചു വെച്ചാൽ ഈ നിരക്ക് ശരിക്കും അനുവദനീയമാണ്. ഇത് ചികിത്സയ്ക്ക് പര്യാപ്തമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ പ്രതാപ്, ഈ പൊതുവിൽ ഇതിനെ അംഗീകരിക്കുമ്പോഴും സ്വാഗതം ചെയ്യുമ്പോഴും പക്ഷേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടെ നേരിടുന്നുണ്ടല്ലോ എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. ഈ കാര്യങ്ങൾ ഈ സർക്കാർ ഇങ്ങനെയൊരു നിരക്ക് നിശ്ചയിക്കുന്നതിലേക്ക് പോയപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? നമ്മൾ വാർത്തകളിലെല്ലാം കാണുന്നത് സ്വകാര്യ ആശുപത്രികളുടെ അധികൃതരുമായിട്ട് ചർച്ച നടത്തിയ ശേഷമാണ് ഇങ്ങനെയൊരു നിരക്കിലേക്ക് എത്തിയത് എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നോ? അതിന് ബദലായിട്ട് എന്ത് നിർദ്ദേശമാണ് യഥാർത്ഥത്തിലുള്ളത്? അതായത് ഈ പ്രശ്നങ്ങൾ കൂടെ നിങ്ങൾക്ക് പരിഹരിക്കേണ്ടതാണെങ്കിൽ അതിനെന്ത് നിർദ്ദേശമാണ് അങ്ങോട്ട് വെക്കാനുള്ളത്? എവിടെ നിരക്ക് കൂട്ടണമെന്നാണ്, അല്ലെങ്കിൽ നിരക്കിൽ എന്തെങ്കിലും മാറ്റമുണ്ട്? അത്തരം കാര്യങ്ങൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഈ ചർച്ചകളിലൊന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഞാൻ ഈ നിരക്ക് കണ്ടപ്പോൾ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമാണ്. ഇത് നമുക്ക് വരും സമയങ്ങളിൽ വ്യക്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാക്കുകയും സമന്വയം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇതിനി വരും സമയത്തിൽ പേഷ്യന്റിനെ ചികിത്സിക്കുന്നതിൽ ഉണ്ടാകാവുന്ന അപര്യാപ്തതയെ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. പ്രത്യേകിച്ച് ഞാനൊരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഈ വളരെ ക്രിട്ടിക്കലായി വരുന്ന പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ നാളെ ഉണ്ടാകാം എന്നുള്ളതാണ് പ്രശ്നങ്ങൾ. ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സാധാരണ സ്മോൾ സ്കെയിൽ ഹോസ്പിറ്റൽ ഇത് വളരെ കുഴപ്പമില്ല. പക്ഷേ ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്, ഈ C കാറ്റഗറി പേഷ്യൻസ് വന്ന് ഇവർക്കൊരു ക്രിട്ടിക്കലി വളരെ മോശമായ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ ഇവരുടെ കെയറിൽ കുറവുണ്ടാവാതിരിക്കാനുള്ള ചില സൂചനകളാണ് ഞാൻ ഈ പറഞ്ഞത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ അമർ ഫെറ്റിൽ, അത് വളരെ ലോജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളായിട്ടാണ് പ്രാഥമികമായ കേൾവിയിൽ തന്നെയും തോന്നുന്നത്. കാരണം ഇത് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളുടെ ഈ നിരക്ക് ഏകീകരിച്ച് കൊടുക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആവശ്യമാണ്, വലിയ ആശ്വാസകരമാണ് പൊതുജനത്തിനാകെ തന്നെയും. പക്ഷേ അപ്പോഴും ഇങ്ങനെ പല ഗ്രേഡുകളിൽ കിടക്കുന്ന ആശുപത്രികൾ, അതിനകത്തെ സൗകര്യങ്ങളുടെ ചില ഗ്രേഡിങ്, പലതരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അവിടെ പരിചയസമ്പന്നരായുള്ള ഡോക്ടർമാർ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡോക്ടർമാരുണ്ടാകും. ഒപ്പം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ചില ഘട്ടങ്ങളിൽ ഈ കോവിഡ് രോഗി മറ്റ് ചികിത്സകൾ കൂടെ ആവശ്യമാകുന്ന, മറ്റ് സംവിധാനങ്ങൾ കൂടെ ആവശ്യമാകുന്ന നിലയിലേക്ക് എത്തിയാൽ ഈ തുക മാത്രം സ്വീകരിക്കുക എന്ന സാഹചര്യം
സ്വീകാര്യമാവുമോ ആശുപത്രികൾക്ക്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ലോജിക്കലായ കാര്യങ്ങളല്ലേ? അവ എങ്ങനെയാണ് പരിഹരിക്കുക? ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഹോം കെയറിൽ പറ്റാത്ത പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അതിൽ കുറേയൊക്കെ ഇങ്ങനെ ഓക്സിജൻ ലെവൽസ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നു. അപ്പോൾ മൈൽഡ് അല്ലെ മോഡറേറ്റ് കാറ്റഗറിയിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഓക്സിജൻ സപ്പോർട്ടും ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ പേഷ്യന്റ് ഇമ്പ്രൂവ് ചെയ്ത് വരികയാണെങ്കിൽ ഇത് വളരെയധികം അങ്ങനത്തെ ജനറൽ വാർഡിലൊക്കെ മാനേജ് ചെയ്യുന്ന ആ ലെവലിൽ അതിന് പര്യാപ്തമാകും. ഇനി മുകളിലോട്ട് പോകേണ്ടി വരുന്നു. ഇപ്പോൾ ഓക്സിജൻ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിൽ കിടക്കുന്നു, അല്ലെ IC യൂണിറ്റിൽ കിടക്കുന്നു, അല്ലെ വെന്റിലേറ്റർ ചാർജസ് വരുമ്പോഴേക്കും അതിനനുസരിച്ച് ഇതിനകത്ത് ചാർജസ് കൂട്ടിയിട്ടുമുണ്ട്. ഈ നമ്പർ ഓഫ് പേഷ്യൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഫ്രാക്ഷൻ അല്ലെ ചെറിയൊരു ശതമാനമാണ് മുകളിലോട്ടുള്ള ആ ലെവലിൽ എത്തുന്നത്. അപ്പൊ വൻ ഭൂരിഭാഗം പേഷ്യൻസും ഈ സിമ്പിൾ അല്ലെങ്കിൽ ബേസിക് കെയറിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. പ്രൊവൈഡർ നല്ലോണം മോണിറ്റർ ചെയ്യുന്നു, കറക്റ്റ് ടൈമിന് അവർ അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളപ്പോൾ. അപ്പൊ അതിന് ഈ മെഡിസിൻസിന്റെ കാര്യമാണെങ്കിലും മറ്റ് ബെഡ് ചാർജസ് ഒക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജനറൽ വാർഡിന് ഒരു അങ്ങേ അറ്റം 2,900 rupees ഒരു ജനറൽ വാർഡ് പേഷ്യന്റിന്. IC യൂണിറ്റിൽ അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ഒരു NABH റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ 15,000 15,000 രൂപയുടെ ജസ്റ്റ് മുകളിൽ. അപ്പൊ അങ്ങനത്തെ ചാർജസിനകത്ത് കുറെ ബേസിക് കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ കിടക്കുമ്പോൾ അത്യാവശ്യമുള്ള ചില മരുന്നുകൾ എല്ലാവർക്കും അറിയാം. അപ്പൊ അതൊക്കെയാണ് ആ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ടാകുക എന്ന് ഞാൻ ഊഹിക്കും. ഞാൻ ഡിസ്കഷൻസിന്റെ ഞാൻ അതിനകത്ത് ഇല്ലായിരുന്നു, ഇൻവോൾവ് അല്ലായിരുന്നു. പക്ഷെ ബേസിക് ആയിട്ട് ഇങ്ങനെ ഒരു പേഷ്യന്റിനെ മാനേജ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് വേണ്ടി വരുന്ന കുറെ മെഡിസിൻസ്, ഒരു എത്ര ടെസ്റ്റുകൾ സാധാരണ ഒരു ദിവസം ചെയ്യേണ്ടി വരും, ഒരു അൾട്രാസൗണ്ട് എടുക്കേണ്ടി വരുമോ, ബ്ലഡിന്റെ ഏതൊക്കെ ടെസ്റ്റുകൾ സാധാരണ എടുക്കേണ്ടി വരിക, മുതലായ കാര്യം എക്സ്റേ എടുത്ത് നോക്കുന്നു, ഇതൊക്കെ ഇതിനകത്ത് പെടുന്നുണ്ട്. ഈ അതിൽ പെടാതെ ഇപ്പൊ ഡോക്ടർ പ്രതാപൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ മോശമാകുകയാണെങ്കിൽ രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടും പേഷ്യന്റിനെ കറക്റ്റായി മോണിറ്റർ ചെയ്ത ഭാഗമായിട്ട് ചെയ്യേണ്ടി വരുന്ന കൂട്ടത്തിലാണ് ഈ HRCT ചെസ്റ്റിന്റെ HRCT എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഓർഡിനറി ചെസ്റ്റ് CT സ്കാൻ നോക്കുന്നു, അത് അതിന്റെ മുകളിൽ വരുന്നു. ചില പേഷ്യൻസ് ഇൻഡിക്കേഷൻ അനുസരിച്ച് അവർക്ക് റെംഡെസിവിർ പോലത്തെ മരുന്നുകളോ ടോസിലിസുമാബ് ഒക്കെ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഇതിന്റെ മുകളിൽ വരും. അപ്പൊ ചില സ്ഥാനങ്ങൾ മുകളിൽ പോകും. അപ്പൊ ഇതൊരു ബേസിക് കോസ്റ്റ് ആണ് ശരിക്കും. പേഷ്യന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് മുകളിലോട്ട് പോയി. ഇവിടെ നമ്മൾ റിലൈ ചെയ്യുന്നത് ഹോസ്പിറ്റൽസ് എല്ലാവരും വളരെ ഒരു ഓപ്പൺ വളരെ തുറന്ന ട്രാൻസ്പെറൻസിയോട് സുതാര്യതയോട് കൂടി ആൻഡ് പേഷ്യൻസിന്റെ ഫാമിലിയോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നേതാണ് കണ്ടീഷൻ, ഇന്നേന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു, അതുകൊണ്ട് ഇത്ര ചാർജസ്, എന്തെങ്കിലും എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പേഷ്യൻസിനും അതിനെപ്പറ്റി എനിക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും, പ്രൈവറ്റ് സെക്ടറിൽ പോകേണ്ടി വരുന്ന പേഷ്യൻസ്. അതെ, ഇവിടെ ഇപ്പോൾ ഈ റെംഡെസിവിറിന്റെ കോസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ തുക വേറെ ആയിട്ട് തന്നെ എന്നാണെന്ന് തോന്നുന്നു ഇതിനകത്ത് അല്ലേ? അതെ അതെ. പക്ഷേ ഇവിടെ ഈ PPE കിറ്റ് സംബന്ധിച്ച് കേട്ടപ്പോൾ എനിക്കും തോന്നിയത് ഇപ്പോൾ 5 PPE കിറ്റ് ഒരു ദിവസം ജനറൽ വാർഡിൽ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ PPE കിറ്റുകൾ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ എനിക്കറിയില്ല, ഈ ആശുപത്രിക്കകത്തെ കാര്യങ്ങൾ നേർക്കുനേർ കണ്ടയാളല്ല ഞാൻ. പക്ഷേ എങ്കിലും ഈ അദ്ദേഹം കൂടെ അത് പറഞ്ഞതുകൊണ്ട് ഈ PPE കിറ്റ് 5 എന്ന നിലക്ക് മാത്രമായിട്ട് നിർത്താൻ സാധിക്കുമോ? ഇപ്പോൾ മറ്റു തരം ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ആളുകളുണ്ടാകും ചിലപ്പോൾ. ഒരു പക്ഷേ അങ്ങനെ PPE കിറ്റ് 5-ലേറെയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ആശുപത്രികൾക്കൊരു പ്രയാസമാകുമോ എന്ന ചോദ്യം അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. എന്തായിരിക്കും മറുപടി? ഞാനിത് പ്രത്യേകമായിട്ട് ചോദിക്കുന്നത് PPE കിറ്റിന് വേണ്ടി മാത്രമായിട്ട് വൻ തുക ഒരു ആശുപത്രി ഒരാളിൽ നിന്ന് ഈടാക്കിയ സംഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഈ 5 എന്നത് പര്യാപ്തമായ നമ്പർ ആയിരിക്കുമോ? ഈ ജനറൽ വാർഡ് എന്ന് പറയുമ്പോൾ അവിടെ കുറെ പേഷ്യൻസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ ഒരു ജനറൽ ടീം ആയിരിക്കും അവിടെ അറ്റൻഡ് ചെയ്ത്. അപ്പൊ ആ ടീം ഒരിക്കലും ചേഞ്ച് ചെയ്ത് അവരുടെ ഒരു ഡ്യൂട്ടി ടൈം അതിനകത്ത് ഇൻസൈഡ് ദ വാർഡും ഔട്ട്സൈഡ് ദ വാർഡും ഡിഫറെന്റ് ലെവലിലാണ്. അപ്പൊ ഇൻസൈഡ് ദ വാർഡ് കയറുമ്പോൾ ഫുൾ PPE കിറ്റോട് കൂടി കയറും. പക്ഷെ കയറുമ്പോൾ അവരവിടെ ഉള്ള ടൈമിൽ പല പേഷ്യൻസിനെയും പരിചരിക്കുകയാണ്. അപ്പോൾ ഈ കൂടുതൽ പേഷ്യൻസിനെ പരിചരിക്കുമ്പോൾ ഈ സെയിം ഡ്രസ്സിൽ തന്നെ ആയിരിക്കും അവർ പരിചരിക്കുന്നത്. അപ്പോൾ ഇത് നമ്പർ ഓഫ് പേഷ്യൻസിനും എല്ലാവർക്കും ഇപ്പൊ 2 എന്ന് പറയുമ്പോൾ ഇപ്പൊ 10 പേഷ്യന്റ് ആയി കഴിഞ്ഞാൽ 20 എണ്ണത്തിന്റെ ഒരു അവൈലബിലിറ്റി ആയി കഴിഞ്ഞു. ആ ചാർജസ് ആ ലെവലിൽ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ജനറൽ വാർഡിൽ അത് വലിയ ബാധകമാവില്ല. എന്തെങ്കിലും ഒരു വളരെ സിക്ക് ആയിട്ടൊരു പേഷ്യന്റ് വന്ന് വളരെ അധികം ഇന്റർവെൻഷൻ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ PPE കിറ്റ്സ് അതിന്റെ മുകളിലോട്ട് താഴോട്ട് ലേശം പോകും. പക്ഷെ എങ്ങനെയാണെങ്കിലും നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ലെവലിലോട്ട് പോകാൻ ചാൻസ് ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനൊക്കെ എത്ര സ്റ്റാൻഡേർഡ് MRP എന്നൊക്കെ ഉള്ളൊരു ഐഡിയാസ് എല്ലാ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതാണ് എന്ന് വെച്ചാൽ അപ്പോഴത് മതിയായതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അപൂർവ അവസരങ്ങളിൽ ഒരുപക്ഷെ ഈ തുകയ്ക്കപ്പുറത്തേക്ക് ആശുപത്രികൾക്ക് ചെലവ് വന്നേക്കാം. 1-2 അല്ലെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം രോഗികളുടെ മാത്രം കാര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ തുക ചെലവഴിക്കേണ്ടതായി വന്നേക്കാം. പക്ഷേ അപ്പോഴും ബേസിക് സംഗതികളിൽ വെച്ച് തന്നെ, ബേസിക് കെയർ വെച്ച് തന്നെ ബഹുഭൂരിപക്ഷം കോവിഡ് രോഗികളെയും
ഈ ഡിസ്ചാർജ് ചെയ്ത് വിടാൻ പറ്റുമെന്നതുകൊണ്ട് വലിയ നഷ്ടത്തിലൊന്നും പ്രവർത്തിക്കേണ്ടി വരില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും സ്വകാര്യ ആശുപത്രികളോടുകൂടി ആലോചിച്ചിട്ട് കോടതിയുടെ കൂടെ നിരീക്ഷണത്തിനകത്തായിരിക്കുമല്ലോ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ വലിയ ഒരു കുഴപ്പം എന്ന നിലയിലേക്ക് പറയാൻ എന്തായാലും സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ആളുകൾക്കടക്കമില്ല. ഡോക്ടർ പ്രതാപ് ആണെങ്കിലും അത് ആദ്യം സ്വാഗതം ചെയ്തുകൊണ്ടാണല്ലോ അതിൻ്റെ ചില പിശകുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഞാൻ തിരിച്ചു വരാം താങ്കൾക്ക്. ഡോക്ടർ ശ്രീജിത്ത്, താങ്കളുടെ ഒരു നില ഇക്കാര്യത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വലിയൊരു ആശ്വാസം നൽകുന്നൊരു നടപടിയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം IMA ഈ കോവിഡ് ചികിത്സയുടെ പ്രാരംഭ ഘട്ടം മുതൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഇതുണ്ടാകണം, ചികിത്സയായാലും പരിശോധനയായാലും അതിനൊക്കെ മുൻകൈ എടുത്ത സംഘടനയാണ്. നമുക്ക് തന്നെ അറിയാം, ഈ കോവിഡിൻ്റെ ഈ ടെസ്റ്റിൻ്റെ നിരക്ക് കുറയ്ക്കാനായിട്ട് ആദ്യമായി ആ സംരംഭം തുടങ്ങിയത് തന്നെ IMA തിരുവനന്തപുരമായിരുന്നു. മാത്രമല്ല കൊച്ചിയിലെ IMA ആണെങ്കിലും ഈ ഹെൽപ്പ് ലൈനും അതുപോലുള്ള നിരവധി സേവനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ IMAയുടെ ഇത് പിന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് ഇതിനകത്തെല്ലാം ഉള്ളത്. ഈ നിലവിൽ ഈ നേരത്തെ ഡോക്ടർ പ്രതാപും അതുപോലെ അമർ സാറും പറഞ്ഞതുമാതിരി നമുക്ക് നിലവിൽ ചികിത്സ ഏറ്റവും ഭംഗിയായി കൃത്യമായി നടന്നു പോവുക എന്നുള്ളതും പ്രായോഗികമായിട്ടുള്ള ഒരു നിരക്ക് അതിന് ലഭ്യമാക്കുക എന്നുള്ളതുമാണ്. ചില സ്ഥലങ്ങളിൽ ഈ നിരക്കിനേക്കാൾ കുറഞ്ഞു വന്നേക്കാം, ചില സ്ഥലങ്ങളിൽ ഒരല്പം കൂടി വന്നേക്കാം. എന്നാലും പ്രായോഗികമായിട്ടൊരു സ്റ്റാൻഡേർഡ് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് പരിഗണിക്കാൻ സാധിച്ചേക്കില്ല. അതുകൊണ്ട് ഒരു പ്രാരംഭ ഡ്രാഫ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രാരംഭമായി നമുക്ക് പരിഗണിക്കാവുന്ന ഒരു നിരക്കെന്ന നിലയിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്, സ്വാഗതാർഹമാണ്. മാത്രമല്ല ആശുപത്രികളിൽ ഒരു വലിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത് തടയുവാനും സാധിക്കും. എന്നാൽ അതിനകത്ത് ചില സാങ്കേതികത്വങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ കോവിഡ് ഇത്രയും കഠിനമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ഏറ്റവും വില കുറച്ച് എത്രത്തോളം നമുക്ക് ജനങ്ങൾക്ക് ആരോഗ്യം ലഭ്യമാക്കുവാൻ സാധിക്കുമോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് എല്ലാ ആരോഗ്യ പ്രവർത്തകരും എല്ലാ ഡോക്ടർമാരും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും. സർക്കാരും കോടതിയും ഒക്കെ അതിനുവേണ്ടിയാണ് സഹായിക്കുന്നതും. ചില സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആശങ്കയും ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഭരണകൂടത്തിനും അതുപോലെ കോടതിക്കും അതുപോലെ IMA മാതിരിയുള്ള ശാസ്ത്ര സംഘടനകൾക്കുമെല്ലാം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആശുപത്രികളിലെ പ്രായോഗികമായിട്ടുള്ള, നേരത്തെ ഡോക്ടർ പ്രതാപൊക്കെ ചൂണ്ടിക്കാണിച്ചതുമാതിരി പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കേസിലും ഇതുപോലെ ചിലപ്പോൾ സാധിച്ചേക്കില്ല. ഈ ICUവിലാണ് ഈ 5 കിറ്റ് പറഞ്ഞിരിക്കുന്നത്, PPE കിറ്റ്. അപ്പോൾ ICUവിൽ തന്നെ അല്ലെങ്കിൽ ഐസൊലേഷനിൽ കഴിയുന്ന ഒരു പേഷ്യൻ്റ് കോവിഡ് ഡ്യൂട്ടിയും നോൺ കോവിഡ് ഡ്യൂട്ടിയും എടുത്തുകൊണ്ടിരിക്കുന്ന കൺസൾട്ടൻസ്, എക്സ്ട്രാ കൺസൾട്ടേഷൻ വേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ, പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ, ഈ ക്ലീനിങ്ങിൻ്റെ സ്റ്റാഫ്, പാൻട്രിയുടെ സ്റ്റാഫ്, അങ്ങനെ പലതരത്തിലുള്ള റിക്വയർമെൻറ്റ്സിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ ഇതെല്ലാം നമുക്ക് ആദ്യത്തെ ഡോക്യുമെന്റിൽ തന്നെ എല്ലാം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ പൊതുവിൽ മെഡിക്കൽ സമൂഹം അതിനെ സ്വാഗതം ചെയ്യുമ്പോൾ പോലും അതിനകത്ത് അപാകതകളുണ്ട്. ആ അപാകതകൾ തീർച്ചയായിട്ടും അധികാരികൾക്കും അറിയും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതിൽ നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഈ സമയത്ത് ജനങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ള ചികിത്സ അവരെ ഒട്ടും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കൊടുക്കുക എന്നുള്ളതിൽ നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. അവിടെ ഡോക്ടർ ശ്രീജിത്ത്, ഈ പറഞ്ഞ ചെറിയതാണെങ്കിലുമുള്ള ചില അപര്യാപ്തതകൾ എന്ന് ആശുപത്രി നടത്തിപ്പുകാർ കാണുന്ന ആ കാര്യങ്ങൾ അത് സർക്കാരിനോട് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടണം എന്ന് വിചാരിക്കുന്നുണ്ടോ? അതായത് അതുകൂടെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു കാലത്തിൻ്റെ ഒരു അനിവാര്യത കണക്കിലെടുത്തിട്ട് ഇത്തരം ചില ചെറിയ ബുദ്ധിമുട്ടുകളോടെ ആണെങ്കിലും സംവിധാനങ്ങളോട് സഹകരിച്ചു പോവുക എന്നതായിരിക്കുകയില്ലേ ഈ സ്വകാര്യ ആശുപത്രികളെല്ലാം സ്വീകരിക്കുന്ന നയം? അതെ, സംവിധാനങ്ങളോട് സഹകരിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് ആരംഭം മുതൽ എല്ലാ ഘട്ടത്തിലും IMA എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. സർക്കാരും അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. സർക്കാരും ഈ എല്ലാ സംഘടനകളുമായും ചർച്ച ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉത്തരവ് കൊണ്ടുവരുമ്പോഴും IMA ഉൾപ്പെടെയുള്ള നിരവധി സ്വകാര്യ ആശുപത്രികളെയും എല്ലാവരുമായും ചർച്ച നടന്നിട്ട് ഈ IMAയും ഒക്കെ അതിനകത്ത് കക്ഷിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പ്രായോഗികമായി ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു നിലയിലേക്കാണ് എത്തുന്നത്. പക്ഷേ അതിനകത്ത് സ്വാഭാവികമായത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ എവിടെന്നെങ്കിലും ജെനുവിനായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഈ എക്സോബിറ്റന്റ് ആയിട്ട് നേരത്തെ സൂചിപ്പിച്ച മാതിരി അനാവശ്യമായി ഏതെങ്കിലും ചില ഐറ്റംസിന് റേറ്റ് വളരെ കൂടുതൽ ഇട്ടുകൊണ്ട്
ഏതെങ്കിലും പിന്നെ ഒറ്റപ്പെട്ട ആശുപത്രികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ഒരുമിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇത്തരത്തിൽ വരുന്ന പരാതികളില്ലെന്ന് ഞാൻ പറയുന്നില്ല, പരാതികളുണ്ട് എന്ന് പറയുമ്പോഴും ഒരുപാട് ഡോക്ടർമാർ സ്വകാര്യ മേഖലയിലായാലും അതുപോലെ സർക്കാർ മേഖലയിലായാലും ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളുമൊക്കെ അഹോരാത്രം വളരെ അക്ഷീണം യത്നിക്കുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്ത് നമ്മളിപ്പോൾ IMA പ്രധാനമായി ചെയ്തത് ഈ ചെറുകിട ആശുപത്രികളെ കോർത്തിണക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പിന്നെ സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് അവിടെ കോവിഡും കോവിഡ് ഇതര ചികിത്സയും കൃത്യമായി നടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടും IMAയുടെ ഒരു സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ആ ആശുപത്രികളെ മുഴുവൻ സംരക്ഷിച്ച് അവിടെ തുറപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതും കൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ഈ പിന്നെ മരണനിരക്കൊക്കെ വലിയ പരിധിയോളം പിടിച്ചു നിർത്താൻ സാധിച്ചത്. കാരണം ഇതര രോഗങ്ങളും മൂർച്ഛിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കാൻ സാധിച്ചത് ഈ 1000-ലധികം ചെറുകിട ആശുപത്രികളെ കോർത്തിണക്കിക്കൊണ്ട് IMA ഒരു ശൃംഖല ഉണ്ടാക്കി. ഇന്നും ഈ എല്ലാ ആശുപത്രികളും പ്രവർത്തിക്കുന്ന, ആദ്യത്തെ ലോക്ക്ഡൌണിൽ ഏതാണ്ട് 50% അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്നും എല്ലാ ആശുപത്രികളും പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം ആയി എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തൊട്ടടുത്ത ക്ലിനിക്കിൽ തന്നെ പോകാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ ചർച്ച പുരോഗമിക്കുമ്പോൾ അതിനെ കുറിച്ച് വിശദീകരിക്കാം. കൂടുതൽ പദ്ധതികളും IMA ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. ശരി, ഞാൻ അതിലേക്ക് വന്നുകൊള്ളാം. നമ്മോടൊപ്പം നേരത്തെ ഈ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങൾ രോഗികൾക്ക് പ്രയാസമുണ്ടാക്കുന്നത്, രോഗികളുടെ ബന്ധുക്കൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ സ്വകാര്യ ആശുപത്രികൾ ശരിയായ വിധത്തിലല്ല പെരുമാറുന്നത് എന്ന പരാതി ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കുണ്ട്. പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം ആയിട്ട് അങ്ങനെ ഒരു ദുര്യോഗം, ഒരു ബുദ്ധിമുട്ടുണ്ടായ ആളാണ് ഇന്നിപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിലിരിക്കുന്ന ശ്രീ വിഷ്ണു സാബു. അദ്ദേഹം കൊച്ചിയിലൊരു സ്വകാര്യ ആശുപത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റ് ചെയ്തിരുന്നു. വിശദാംശങ്ങൾ അദ്ദേഹം പറയും. പക്ഷേ അത് അദ്ദേഹത്തിന് ഒരുപാട് വലിയ തുക, 7 ദിവസം സുഖപ്രസവമായിരുന്നു, നോർമൽ ഡെലിവറി. പക്ഷേ അദ്ദേഹത്തിന് വലിയ തുക നൽകേണ്ടതായിട്ട് വന്നു. അത് അദ്ദേഹം തന്നെ വിശദീകരിക്കും. ശ്രീ വിഷ്ണു, എന്തുകൊണ്ടാണ് അതൊരു വലിയ തുകയാണ് എന്ന്, അന്യായമായിട്ടുള്ള തുകയാണ് ഈടാക്കിയത് എന്ന് താങ്കൾ കരുതാൻ കാരണം? ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കാർ നിരക്ക് പ്രഖ്യാപിച്ചപ്പോൾ അതോട് ചേർത്ത് വെച്ച് നോക്കിയപ്പോഴും ഇത് വലിയ അന്യായമാണ് നേരിട്ടത് എന്ന പരാതി തന്നെയാണോ ഉള്ളത്? നിലവില് ഇതൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ആ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട വന്നത്. ഞാൻ ആദ്യം നമ്മുടെ ഇവിടെ കോതമംഗലത്ത് തന്നെ എൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ ലാസ്റ്റ് പെയിൻ വന്ന് ഒരു പ്രസവിക്കും, അതായത് ഇന്ന് തന്നെ പ്രസവിക്കും എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകാർ പറയുകയും അതിനുശേഷം ഇവർ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കോവിഡ് ആന്റിജൻ എടുത്തപ്പോൾ പോസിറ്റീവ് കാണിക്കുകയും ചെയ്തതിന് ശേഷം ഇവർ പറഞ്ഞു ഇവിടെ നോക്കാൻ പറ്റത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിളിച്ചത് ഞങ്ങളുടെ അടുത്തുള്ള ഹെൽത്തിലാണ് വിളിച്ചത്. ഹെൽത്തിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നുകിൽ അടുത്തുള്ളത് മൂവാറ്റുപുഴ, അല്ലെങ്കിൽ പിന്നെ ഉള്ളത് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ്, അതല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്. ഈ 3 ഇടമാണ് പറഞ്ഞത്. അതിൽ മൂവാറ്റുപുഴയാണ് എനിക്ക് ഏറ്റവും അടുത്തുള്ളത്. ഞാൻ അവിടെ വിളിച്ചപ്പോൾ അവിടെ ഈ സംഭവം ഡെലിവറി കേസ് അവർ എടുക്കുന്നില്ല. പിന്നെ ഉള്ളത് കളമശ്ശേരിയാണ്. എനിക്ക് അവിടെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ നമ്പർ കിട്ടി, ഇവിടെ സൺറൈസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, വിളിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഞാൻ വിളിച്ചു നോക്കുകയും അവരെന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞു കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ അവരെന്റെ അടുത്ത് പറഞ്ഞത് 60,000 രൂപ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് നോർമൽ ഡെലിവറിക്ക് 60,000 രൂപയാണ് എന്നോട് പറഞ്ഞത്. അതിന് പുറമെ ഞാൻ വേറെ ചോദിച്ചു, അപ്പൊ എല്ലാ ചാർജും ഇതിൽ ഉൾപ്പെടുന്നതാണോ എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കുകയും ചെയ്തതാണ്. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞത് അതിന് പുറമെ വേറെ എന്തെങ്കിലുമൊക്കെ ചാർജസ് വരും, അത് വേറെ എക്സ്ട്രാ ആയിരിക്കും എന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഈ എന്റെ വൈഫിന് മാത്രം അവർ ചാർജ് ചെയ്ത് തന്നത് 7 ദിവസം 8ാമത്തെ ദിവസം ഡെലിവറി, അതായത് ഡിസ്ചാർജ് ചെയ്തു. എനിക്ക് വൈഫിന് മാത്രം ചാർജ് ചെയ്ത് തന്ന 1,44,000 രൂപയുടെ ഒരു ബില്ലാണ്. കുട്ടി 5 ദിവസം NICയിൽ കിടന്നു. കാരണം വൈഫ് പോസിറ്റീവ് ആയതുകൊണ്ട് വൈഫിന്റെ അടുത്ത് കുട്ടിയെ ഇരുത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കുട്ടി NICയിൽ കിടന്നു. പിന്നെ കുട്ടിക്ക് ചെറിയ വെയിറ്റ് കുറവുണ്ടായിരുന്നു ജനിച്ചപ്പോൾ. അപ്പൊ അവർ പറഞ്ഞു NICയിൽ ഇരുത്തണം എന്ന് പറഞ്ഞു. NICയിൽ ഇരുത്തി കുട്ടിക്ക് 75,000 സംതിങ്ങിന്റെ ബില്ലാണ് കുട്ടിക്കും സെപ്പറേറ്റ് വന്നത്. അങ്ങനെ മൊത്തത്തിൽ 2,19,000 രൂപയുടെ ബില്ലാണ് വന്നത്. ഞാൻ എന്റെ ഗതികേട് കൊണ്ടാണ് ഇങ്ങോട്ട് പോകേണ്ട വന്നത്. അതല്ല, കാരണം എനിക്ക് വിളിച്ചിട്ട് വേറൊരു സ്ഥലത്തും കിട്ടിയില്ല. പോരാത്തതിന് എന്റെ അടുത്ത് പറയുകയും ചെയ്തു, വൈഫ് ഇച്ചിരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, ഏത് നിമിഷവും ഡെലിവറി സംഭവിക്കാമെന്ന് പറഞ്ഞതിന്റെ ബേസിസിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ഞാൻ അങ്ങോട്ട് ഒരു ലക്ഷറി ഹോസ്പിറ്റലാണോ എന്താണെന്ന് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് പോയ ഒരാളല്ല ഞാൻ. അപ്പൊ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പം സാധാരണക്കാരായ ജനങ്ങള് ആദ്യം നോക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയും വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് പിന്നീട് തോന്നിയത്, എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നത് ഇവിടെ നല്ല ദൂരമുണ്ട്. അവിടെ വരെ വിഷ്ണു, ഈ PPE കിറ്റിനൊക്കെ കൂടുതൽ തുക എടുത്തോ? നേരത്തെ ഇങ്ങനെ ഓരോ
PP കിറ്റിനൊക്കെ അവർ ചാർജ് ചെയ്തിരിക്കുന്ന 1200 രൂപയാണ്. ഡെയിലി ഓരോ PP കിറ്റ് വെച്ചിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഈ വൈഫിന് പ്രത്യേകിച്ച് അവർ PP കിറ്റ് ധരിപ്പിച്ചിട്ടൊന്നുമില്ല. വൈഫിന്റെ അടുത്ത് നോക്കാൻ വരുന്ന നഴ്സുമാര് ധരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് നിലവില് ഇവര് റൂം എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന 44,000 രൂപ റൂമിന് ചാർജ് ചെയ്തിട്ടുണ്ട്. ആ റൂമിന്റെ ഇവര് എന്തോ ICU വരെ പോലെ സജ്ജീകരിച്ചൊരു റൂമാന്നൊക്കെ പറയുന്നുണ്ട്. ആ റൂമില് വൈഫ് കുളിച്ചുകൊണ്ടിരുന്നത് ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്പ്രെയർ ഉണ്ടല്ലോ, സ്പ്രെയറിൽ വെള്ളം എടുത്ത് ബക്കറ്റിൽ എടുത്തതിന് ശേഷമാണ് വൈഫ് കുളിച്ചുകൊണ്ടിരുന്നത് ആ റൂമില്. പിന്നെ കുടിവെള്ളത്തിനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വാടി പോയിട്ടാണ് കുടിവെള്ളം കളക്ട് ചെയ്തുകൊണ്ട് വൈഫ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് ഈ പറയുന്ന പല കോളങ്ങളിലും, അതായത് ഈ പല ഈ ഹെഡ്സിലുമുള്ളത് വല്ലാത്ത തോതിലുള്ള തുകയായിരുന്നു അല്ലേ? അതായത് ഈ ICU സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ICU സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, പക്ഷെ അതിന്റെ തുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെയല്ലേ? ICU സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. മെയിൻ ആയിട്ട് ICU എന്നുള്ളൊരു ബേസിസിൽ ICUലേക്ക് മാറ്റിയിട്ടില്ല. ഡെലിവറി നടന്നത് 28-ാം തീയതി അവിടെ അഡ്മിറ്റ് ആക്കുന്നു. 30-ാം തീയതിയാണ് കുട്ടി ജനിക്കുന്നത്. കുട്ടി ജനിക്കുമ്പോൾ ഈ ലേബർ റൂം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. കുട്ടി ജനിച്ചതിന് ശേഷം, അതായത് ജനിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ലേബർ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് കൂടാതെ പ്രത്യേകിച്ച് ICU എന്നും പറഞ്ഞൊന്നും അവർ ICUലേക്ക് മാറ്റേണ്ട വന്നിട്ടില്ല. ഓക്സിജൻ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നീട് ഞാൻ വീട്ടിൽ വന്ന് ഈ ബില്ലൊക്കെ അടച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പൈസകളൊക്കെ മേടിച്ച് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തൊക്കെ പൈസകളൊക്കെ അടച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതിന് ശേഷം വീട്ടിൽ വന്ന് സമാധാനത്തോടെ വീണ്ടും ബില്ല് നോക്കുമ്പോഴാണ് ഓക്സിജൻ എന്നുള്ള പേരിൽ വരെ ഒരു ബില്ല് എഴുതിയിട്ടുണ്ട്. വൈഫിന്, കുട്ടിക്ക് ഓക്സിജൻ കൊടുത്തു എന്ന് അവർ പറഞ്ഞായിരുന്നു. കുട്ടിക്ക് വെയിറ്റ് കുറവായതിന്റെ പേരിൽ ഓക്സിജൻ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ വൈഫിന് വരെ അവർ ഓക്സിജൻ എന്നുള്ള പേരിൽ ബില്ല് ചാർജ് ചെയ്തിട്ടുണ്ട്. അല്ല, പക്ഷേ ഓക്സിജൻ ആവശ്യമായി വന്നില്ലേ? കോവിഡ് പോസിറ്റീവ് ഇല്ല, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. വൈഫിന് ഓക്സിജൻ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. വൈഫ് ഡെയിലി ഞാനായിട്ട് വീഡിയോ കോൾ ചെയ്യാറ്. കാരണം നമുക്ക് അവിടെ കയറി ചെല്ലാനൊന്നും പറ്റുന്നില്ല. വൈഫിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. ഡെയിലി ഞങ്ങൾ സംസാരിക്കാറ്. പിന്നെ ഡോക്ടേഴ്സ് വരുന്നെന്ന് പറഞ്ഞാൽ ഡെലിവറിയുടെ അന്ന് ഡോക്ടർ വന്നിരുന്നു. അതിന്റെ പിറ്റേ ദിവസവും ഡോക്ടർ വന്നിരുന്നു. അതല്ലാതെ ഡോക്ടർ വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വീഡിയോ കോൾ വഴിയായിരുന്നു ഡോക്ടേഴ്സ് കണ്ടുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അതൊരു നോർമൽ ഡെലിവറി ആയിരുന്നു എന്നർത്ഥം. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, താങ്കളോട് തുടക്കത്തിൽ 60,000 രൂപ എന്ന് പറഞ്ഞത് അവര് എന്താണ്? അതായത് 7 ദിവസമായിരിക്കും ഇവിടെ കഴിയേണ്ടി വരിക, അതുകൊണ്ട് 60,000 രൂപ എന്നാണോ? ഇല്ല, അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞില്ല. എന്റെ അടുത്ത് പറഞ്ഞു നോർമൽ ഡെലിവറിക്ക് ഞങ്ങൾ ചാർജ് ചെയ്തത്, അതായത് ഞാൻ പറഞ്ഞു കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ എന്നോട് പറഞ്ഞത് നോർമൽ ഡെലിവറി ആണെങ്കിൽ 60,000 രൂപയാകും, അതല്ല സിസേറിയൻ ആണെങ്കിൽ 1 lakh വരെ ആകും എന്ന് പറഞ്ഞു. ചെന്നപ്പോ തന്നെ എന്റെ അടുത്ത് 60,000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ 60,000 രൂപ അടച്ചു. അതിനുശേഷം നേരെ കൊണ്ടുപോയത് ഒരു വാർഡിലോട്ടാണ്. കോവിഡ് രോഗികൾ കിടക്കുന്ന ഒരു വാർഡിലോട്ടാണ് വൈഫിനെ ആദ്യം കൊണ്ടുപോയത് 28-ാം തീയതി കൊണ്ടു ചെന്നപ്പോ. അതിനുശേഷം പക്ഷേ ഈ പറയുന്ന ഈ ദിവസങ്ങൾ കൂടി പോവുകയോ മറ്റോ ചെയ്താൽ ഈ പറയുന്ന തുകയിൽ നിന്നൊക്കെ വ്യത്യാസം വരില്ലേ? 60,000 രൂപക്ക് ഇല്ല, അതെ, ഓക്കെ, വ്യത്യാസം വരുമായിരിക്കാം. പക്ഷെ ഇവര് അതിനുള്ള ഒരു നിബന്ധനകളും കാര്യങ്ങളും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞ് നോർമൽ ഡെലിവറി ആണ്, നമ്മളൊരു 3 ദിവസം 4 ദിവസമൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. നോർമൽ ഡെലിവറിക്ക് ഞങ്ങളുടെ ഇവിടെ സ്വകാര്യ ഹോസ്പിറ്റലിൽ, അടുത്തുള്ള ഹോസ്പിറ്റൽ വരെ 3 ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്നത് 35,000 രൂപ വരെയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അതിപ്പോ കോവിഡ് പോസിറ്റീവ് ആയതിന്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ഇവർ 60,000 പറഞ്ഞത്. അപ്പം പിന്നെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. 60,000 അതിപ്പം 3 ദിവസം എന്നുള്ളത് ഇപ്പം 7 ദിവസം വരെ ആയി. കാരണം കുട്ടിക്ക് NICയിൽ മാറ്റേണ്ടതായിട്ട് വന്നു. അതെ, എന്ന് വെച്ചാൽ 60,000 രൂപ പറഞ്ഞാൽ 80,000 പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 1 ലക്ഷം പ്രതീക്ഷിക്കാം, 1,20,000 പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് 2,19,000 രൂപ അദ്ദേഹത്തിൽ നിന്ന്, ശ്രീ വിഷ്ണുവിൽ നിന്ന് ആ ആശുപത്രി ഈടാക്കി. അത് വലിയ അന്യായമായൊരു തുകയായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ആ നിലക്കാണ് അതൊരു പരാതിയായിട്ട് വരുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് എല്ലാ അതിഥികളിലേക്ക് വരാം. വിഷ്ണു, ഞാൻ താങ്കളിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ന്യൂസ് 18 എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുന്നതാണ്. മനോഹരമായ നാട്ടിൻപുറത്തിന്റെ നനവുള്ള മണ്ണിന്റെ ഗന്ധമുള്ള
പച്ചയായ, ചൂടുള്ള, പ്രൗഢിയുള്ള, മധുരമുള്ള, ശക്തമായ, ചുവടുറപ്പുള്ള വാർത്തകൾ. നാട്ടുവർത്തമാനം. 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 ഓരോ നാടിന്റെയും മനോഹരമായ കാഴ്ചകൾ. സ്വർണ്ണത്തിളക്കമുള്ള വയൽനാട്. വയലാർ പ്രണയിച്ച പെരിയാർ. നല്ല ചൂടുള്ള, മധുരമുള്ള വാർത്തകൾ. കത്രിക കട്ടില്ലാതെ. നാട്ടുവർത്തമാനം. ഡോക്ടർ പ്രതാപ്, ഇതിപ്പോൾ ഞങ്ങൾ ഈ ആശുപത്രിയുമായിട്ട് പകൽ തന്നെ ബന്ധപ്പെടുകയും അവരുമായിട്ട് വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തിരുന്നു. അവർക്ക് അവരുടെ വിശദീകരണമുണ്ട്, ഈ പണം വാങ്ങിച്ചത് ഇന്ന കാര്യം കൊണ്ടാണ്, അതുകൊണ്ട് അത് കുറച്ചു കൊടുക്കാനൊന്നും പറ്റില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. താങ്കൾ മറ്റൊരു ആശുപത്രി നടത്തിയ ആളാണ്, എനിക്കറിയാം. താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മറുപടി എന്തെങ്കിലും തരത്തിൽ തരാൻ സാധിക്കുന്നതുമായിരിക്കില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, അതായത് ഇങ്ങനെ ഈ കോവിഡ് കാലത്ത് മറ്റു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയുള്ള മനുഷ്യരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ ചില ആശുപത്രികളെങ്കിലും അത് ശരിയല്ലാത്ത ഈ തുക അവരിൽ നിന്ന് വാങ്ങുന്നു എന്നതിനുള്ള ഉദാഹരണമായിട്ട് വിഷ്ണു പറഞ്ഞ ഈ കാര്യത്തെ കാണണ്ടേ? ഞാൻ ഇതിനകത്ത് ഒരു 1-2 പോയിന്റ് എടുത്ത് വരും. വിഷ്ണു പറഞ്ഞത് നമ്മളിപ്പം ഡെഫിനറ്റ് ആയിട്ടും ഒരു 60,000 രൂപയ്ക്ക് എക്സ്പെക്ട് ചെയ്ത് പോയൊരു ചികിത്സ 2,10,000 വിഷമം തോന്നും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആ പേഷ്യന്റ് നിയോനേറ്റൽ ICUയിൽ 7 ദിവസം കിടത്തി എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ അസുഖത്തെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. നമ്മൾ അവിടെയാണ്, ഇതിൽ നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിലും ആ കുഞ്ഞ് ഒരു പ്രിമച്ചുർ ആണോ, അതല്ലെങ്കിൽ കുഞ്ഞിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിയോനേറ്റൽ ICUയിൽ 7 ദിവസം നോർമൽ ഡെലിവറി അനുസരിച്ച് വിഷ്ണു പറഞ്ഞ കണക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യാം. ചില നമ്മൾ സായിപ്പിന്റെ നാട്ടിൽ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ ആ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീട്ടിൽ പോകാം. പക്ഷെ ഇവിടെ നമ്മൾ 7 ദിവസം നിയോനേറ്റൽ ICUയിൽ കുഞ്ഞ് കിടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അതിന്റെ സാങ്കേതികത്വം എനിക്ക് മനസ്സിലാവാത്ത കാലത്തോളം ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ നിയോനേറ്റൽ ICUയിൽ 7 ദിവസം കിടന്നു എന്ന് പറഞ്ഞാൽ എവിടെയോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ചിലപ്പം വിഷ്ണുവിന്റെ അടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കിയവർക്കുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എനിക്കറിയില്ല അതിനെപ്പറ്റി. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ വയ്യ. ഏതായാലും ഇങ്ങനെ ഒരു പരാതിക്ക് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം, അത് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കുകയാണ് ഞാൻ ചെയ്തത്. പക്ഷേ താങ്കൾ പറയുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷേ എന്നാലും ഡോക്ടർ പ്രതാപ്, ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഏതായാലും ഈ സ്വകാര്യ ആശുപത്രികളുടെ നിരക്കിൻ്റെ കാര്യത്തിലൊരു ഖണ്ഡിതമായിട്ടുള്ള നിലപാട് വന്നത് ഉപകരിക്കും അല്ലേ? അതായത് ഇപ്പോൾ അവിടെ അഡ്മിറ്റ് ആകാൻ പോകുന്ന ആളുകൾക്ക് തങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണോ എന്ന സംശയം ഒഴിവാകാനെങ്കിലും ഈ സർക്കാർ നിശ്ചയിച്ച നിരക്ക് വല്ലാത്ത തോതിൽ ഉപകാരപ്പെടും അല്ലേ? ഇതിനകത്ത് ശ്രീജിത്ത് ആയാലും നമ്മളുടെ ഡോക്ടർ അമർ പറഞ്ഞതായാലും വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം ക്ലിയർ ആണ്. സർക്കാർ ഈ ഏകീകരിച്ച റേറ്റ് വഴി നമുക്ക് ഈ സ്വകാര്യ ആശുപത്രിയെ കുറിച്ച് ഒരു സുതാര്യത മനസ്സിലാക്കാനും അവരിലും വിശ്വാസ്യത ഉണ്ടാക്കാനും ഉറപ്പായിട്ട് സഹായിക്കും. ശ്രീജിത്ത് എടുത്ത് പറഞ്ഞൊരു വളരെ ക്ലിയർ ആയ പോയിന്റ് ആണ്. IMA പോലത്തെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഒരു സുതാര്യത ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിൽ വ്യക്തമായിട്ടൊരു പങ്ക് വഹിക്കാൻ ഈ റേറ്റിംഗിൽ സാധിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്, സ്വകാര്യ ആശുപത്രി ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. ഈ കാറ്റഗറി A, കാറ്റഗറി B പേഷ്യന്റിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ കാറ്റഗറി C പേഷ്യന്റ് എത്രത്തോളം ബാഡ് ആകും, അവർക്ക് എന്തെല്ലാം അഡീഷണൽ പ്രോബ്ലംസ് വരും എന്നൊരു ആന്റിസിപ്പേറ്ററി പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ശ്രീജിത്ത് പറഞ്ഞ കണക്ക് ഇത് വരും സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പറ്റുകയും അതിന് എന്തു വേണമെന്ന് അറിയാനും. നമ്മൾ ഈ PPE കിറ്റ് മതി, ഇത്രയും പേര് മതിയാവും, ഇതൊരു ആവറേജ് നമ്പർ അല്ലേ? ഈ ആവറേജ് നമ്പറൊക്കെ അനാലിസിസ് വളരെ ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഞാനൊരു ആൻജിയോപ്ലാസ്റ്റി ഇന്റർവെൻഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. നമുക്കറിയാം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഒരു സിമ്പിൾ ആയിട്ട് ആയുഷ്മാൻ ഭാരതിൽ 72,000 രൂപയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതല്ല. ഞാൻ 60,000 രൂപയ്ക്ക് താഴെ ഹരിയാനയിൽ ഏകദേശം 7,000 ആൻജിയോപ്ലാസ്റ്റി ഒരു വർഷം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ശൃംഖല നടത്തുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പറ്റത്തില്ലെന്നല്ല പറഞ്ഞു. അവിടെയും വരുന്ന ഈ 15-20% വരുന്ന കോംപ്ലക്സ് ഇന്റർവെൻഷൻ ചെയ്യാൻ നമുക്ക് 3-4 ലക്ഷം രൂപ ഒരു പേഷ്യന്റിന് വേണ്ടി വന്നേക്കാം. ഇവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്. നമ്മളടുത്ത് വരുന്ന പേഷ്യന്റ് ഏത് ടൈപ്പിലുള്ള പേഷ്യന്റ് ആണ്, ഏത് തരത്തിലുള്ള രോഗികളെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്, എല്ലാവർക്കും ചികിത്സ കിട്ടണം, എല്ലാവർക്കും ഒരേ റേറ്റ്, എല്ലാവരെയും ഒരേപോലത്തെ ഡോക്ടർമാർ. MBBS ഡോക്ടറെ നോക്കി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്യൂട്ടി ഡോക്ടർ ദേ വിൽ ക്ലെയിം ഫോർ എ ഹയർ പേ. അവിടെ ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അറ്റൻഡർ, നഴ്സസ്, ഡോക്ടേഴ്സ് ഇവരുടെ അവൈലബിലിറ്റി തന്നെ പ്രശ്നമാണ്. സർക്കാരിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഈ നാളെ മുതൽ ഞാൻ ജോലി ചെയ്യാൻ വരത്തില്ല എന്ന് പറയത്തില്ല. ഇവിടെ ഒരു ഡോക്ടർ പറയുകയാണ് നിങ്ങൾ ICUയിൽ അല്ലെങ്കിൽ
ഈ കോവിഡ് വാർഡിൽ ഡ്യൂട്ടി എടുക്കണമെങ്കിൽ ഞങ്ങൾ ഡ്യൂട്ടി എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് നാളെ മുതൽ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ എത്തത്തില്ലേ? അത് മാത്രമല്ല, ഒരു ഇന്റൻസിവിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതും ഒരു പൾമണോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതും ഒരു MBBS ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഇവിടെ ഈ വ്യത്യാസത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് മേ ബി എ വെരി ലോ നമ്പർ. ഈ ലോ നമ്പർ പോകുന്നത് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാത്തൊരു നോർമൽ കേസിൽ ഒരു സാധാരണ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. ജനറൽ വാർഡ് ട്രീറ്റ്മെന്റ് ഡോക്ടർ പറയുന്ന ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് തോന്നും. ഇതിപ്പോൾ ഈ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം, ഈ വലിയ പേ ആവശ്യപ്പെടുന്ന ഡോക്ടർമാരടക്കം എത്തിക്കലായിട്ട് ചിന്തിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു സമൂഹാനുകൂല നിലപാടെടുക്കേണ്ടുന്നൊരു അതികഠിനമായിട്ടുള്ള സാഹചര്യത്തിലാണല്ലോ നമ്മൾ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും അത് ഉണ്ടാവണമെന്ന് മാത്രമല്ല, അത് ഇതിന് ഈ ഒരു ആക്ച്വലി നമ്മൾ ആയുഷ്മാൻ ഭാരതിൽ ആൻജിയോപ്ലാസ്റ്റി റേറ്റ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലേ? നമ്മൾ അത് വെച്ച് കൊല്ലം പോലത്തെ ഒരു ഹോസ്പിറ്റൽ, കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ആയുഷ്മാൻ ഭാരതിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഞാൻ. ഞങ്ങൾ മാത്രമാണ് ആയുഷ്മാൻ ഭാരത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഇത് നല്ലത് തന്നെയാണ്. ആ നിലക്ക് അതായത് ഇപ്പോൾ വളരെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരുടെ കൂലിയൊക്കെ എടുത്തിട്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ സംഭാവന ചെയ്യുന്ന കാലമല്ലേ? അതുകൊണ്ട് ഡോക്ടർമാരടക്കമുള്ള ആളുകൾ ചെറിയ നഷ്ടങ്ങളൊക്കെ സഹിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ഈ സമയത്തുള്ള സ്ട്രേ ഇൻസിഡൻസിന് ആൾക്കാർ അതിന്റെ ലാഘവത്തോടെയും അതിന്റെ ഗൗരവത്തോടെയും കാണണമെന്ന് ഞാൻ പറഞ്ഞു. അതെ, കൃത്യമാണ്. താങ്കളുടെ ആ പോയിന്റ് എനിക്ക് വ്യക്തമാണ്. ശ്രീ വിഷ്ണു, ഇവിടെ ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ ആളുകൾക്ക് വരും. അതായത് എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കുമോ കുഞ്ഞ് ഈ പോസിറ്റീവ് ആവുകയോ നേരത്തെ പ്രിമച്ചുറായിട്ട് ജനിച്ചത് കൊണ്ട് കുറച്ച് ദിവസം കിടക്കേണ്ടി വന്നതായിരിക്കുമോ? അങ്ങനെയൊക്കെ തോന്നുന്നു. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മെയ് 9 കറക്റ്റ് നമ്മുടെ അടുത്ത് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡേറ്റ് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ മെയ് 2 വന്ന് അഡ്മിറ്റ് ആയിക്കോ, കൊച്ച് ഓക്കെയാണ്, 3 തീയതി ഡെലിവറി ആവാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇവിടെ കോതമംഗലത്തെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ഈ പെയിൻ വന്നത് കൊണ്ടാണ് നമ്മൾ ചെന്നത്. കുട്ടി ജനിക്കുമ്പം 2.25 വെയിറ്റ് ഉണ്ടായതുള്ളൂ. അപ്പൊ ഈ ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് വെയിറ്റ് കുറവായതുകൊണ്ട് NICയിലോട്ട് മാറ്റണം. പോരാത്തതിന് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. മദർ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് NICയിൽ വഴി എന്തോ പ്രോട്ടീൻ എന്തോ കലക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുട്ടിക്ക് ചെറിയ രീതിയിൽ ഓക്സിജൻ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കുട്ടി കിടന്നിരിക്കുന്നത് 5 ദിവസമാണ് NICയിൽ കിടന്നിരിക്കുന്നത്. അതിന് സെപ്പറേറ്റ് ബില്ല് ചാർജ് ചെയ്തിട്ടുണ്ടാവും. 75,000 രൂപ കുട്ടിക്ക് മാത്രം ബില്ലുണ്ട്. അതിന് പുറമെ മദറിന് മാത്രമാണ് 1,44,000 മദറിന് മാത്രമാണ് ബില്ല് വന്നിരിക്കുന്നത്. അതാണ് എനിക്ക് താങ്കൾ പറയുന്നത് കൺവിൻസിംഗ് ആണ്. എനിക്ക് താങ്കൾ പറയുന്നത് വലിയ, അതായത് 7 ദിവസത്തേക്ക് ഇത്രയും 2,50,000 രൂപ വാങ്ങി എന്നത് എനിക്ക് വലിയ ഞെട്ടലുണ്ടാകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഡോക്ടർമാരടക്കമുള്ള ആളുകൾക്ക് എന്താണ് അതിൻ്റെ സാങ്കേതികത എന്ന് നോക്കിയിട്ടൊക്കെ അവർക്ക് ചില ന്യായീകരണങ്ങൾ ഉണ്ടാകും. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും ഇന്ന് മാത്രമല്ല, ഞങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കാര്യം. അതായത് ഇതേ സമാന സാഹചര്യത്തിൽ 7 ദിവസം കിടന്ന് 8-ാം തീയതി പോരുന്ന ഒരു പ്രസവ കേസ്, ഒരു നോർമൽ ഡെലിവറി കേസിൽ ഇവർ ഇനിയും സർക്കാർ ഏകീകരിച്ചതിന് ശേഷവും ഈ സൺറൈസ് ഹോസ്പിറ്റല് 2,19,000 രൂപ തന്നെ വാങ്ങുമോ, അങ്ങനെ വാങ്ങാനാകുമോ എന്നുകൂടെ പരിശോധിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ അറിയാമല്ലോ ഇതിപ്പോൾ കൂടുതൽ തുകയല്ലേ വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ പരിശോധിക്കാം, നമുക്കതിൻ്റെ ഫോളോ അപ്പ് നടത്താം. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ അമർ ഫെറ്റിൽ, ഇവിടെ ഈ തരത്തിലുള്ള ഇന്നിപ്പോൾ കോടതി പറഞ്ഞത് 1,353 രൂപ ഒരു കഞ്ഞിക്ക് ഈടാക്കിയ ഒരു ആശുപത്രി എന്നാണ്. ഹൈക്കോടതി പറഞ്ഞതാണ്. ഹൈക്കോടതിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞതാണ് കഞ്ഞിക്ക് 1,353 രൂപ, ഡോളോയ്ക്ക് 25 രൂപ എന്നിവ ആണ് ചിലയിടത്തെ കൊള്ള എന്ന്. 45,000 രൂപ 2 ദിവസത്തെ ഓക്സിജൻ സിലിണ്ടറിന് ഈടാക്കിയ സംഭവം ചൂണ്ടിക്കാട്ടിയിട്ടാണല്ലോ കോടതിക്ക് മുമ്പാകെ കേസ് വന്നത്. അപ്പോൾ ഈ തരത്തിൽ ഈ ആളുകൾ വീണ് മരിച്ചു പോകുന്ന, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കാശ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ബാഗിൽ മുഴുവൻ പണം നിറച്ചിട്ട് ഡൽഹിയിലൊക്കെ വലിയ സമ്പന്നർ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഈ മേഖലയിൽ എന്നത് വലിയ പേടിപ്പെടുന്നതാണ്. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഇത് വലിയ അന്യായമല്ലേ, ഒരുപാട് വലിയ തുകയല്ലേ ഞങ്ങളിന്ന് വാങ്ങിയത് എന്ന തോന്നൽ വിഷ്ണുവിനെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അത് പരിഹരിക്കാൻ ഇപ്പോഴത്തെ ഈ ഒരു നടപടികളൊക്കെ ഉപകരിക്കുമായിരിക്കും അല്ലേ? ഏറ്റവും ഹോപ്പുള്ളത് ഇപ്പൊ ഡോക്ടർ പ്രതാപം അതുപോലെ ഡോക്ടർ ശ്രീജിത്തും ഒക്കെ പറഞ്ഞതിനകത്ത് ഈ വളരെയധികം ഇപ്പൊ പേഷ്യൻസിന്റെ കെയറിലാണ് കേരളത്തില് ഒരു മോർ ദൻ പകുതിയിലധികം പേഷ്യൻസ് പണ്ടേ കെയറിന് പോകുന്നത് പ്രൈവറ്റ് സെക്ടറാണ് കെയർ കൊടുക്കുന്നത്. ഗവൺമെന്റ് സെക്ടറിലേക്ക് വരുന്ന കെയറിന് വരുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പൊ ഹോസ്പിറ്റൽസിന്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് മെല്ലെ കൂടിയും വരുന്നുണ്ട് നേരത്തേക്കാൾ. പക്ഷേ പ്രൈവറ്റ് സെക്ടർ സ്വന്തമായി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമ്മൾ പൊതുവെ കാണുന്നത് ഇപ്പൊ എസ്പെഷ്യലി ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തില് ഇതിന്റെ ആ ഒരു മാനസിക വശവും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് അനേകം ഹോസ്പിറ്റലുകൾ, വൻഭൂരിഭാഗം ഹോസ്പിറ്റൽസും മാതൃകാപരമായിട്ട് തന്നെ നല്ല രീതിയിൽ അതിനെ എല്ലാ സത്യസന്ധതയോടുകൂടും സുതാര്യതയോടും ചെയ്യുന്ന രീതിയാണ് കാണുന്നത്.
പക്ഷെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ തീർച്ചയായിട്ടും ഒരു കളങ്കം തന്നെയാണ്. അത് മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല ഏത് ഫീൽഡിലും ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. അത് ഈ നേരത്തെ ഒട്ടും പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി അഥവാ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് ചില പ്രതിവിധികളുടെ നിലയ്ക്കാണ് ഇപ്പൊ ഇറങ്ങിയ ഒരു ഗവൺമെന്റ് ഉത്തരവിനകത്ത് ഇപ്പൊ ഇതിനെ പരിഹാരം, ഇത് വളരെ ഇമ്പോർട്ടന്റ്, ഈ പരിഹാരത്തിന്റെ മാർഗങ്ങളും ജനങ്ങൾ അറിയണം. അപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽസ് എല്ലാം പുതിയ നിബന്ധന അനുസരിച്ച് അവരുടെ സ്റ്റാൻഡേർഡ് ചാർജസ് എല്ലാം മുമ്പിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് എഴുതി ബോർഡായിട്ട് വെക്കണമെന്നുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവിടുന്ന് തന്നെ പലപ്പോഴും സംസാരിച്ച് ചോദിച്ചു കഴിയുമ്പോഴേക്കും ചില കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാവും. അത് മനസ്സിലായില്ല അങ്ങനെ എന്തെങ്കിലും എന്നാലും ഒരു ഗ്രീവൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ജില്ലാ മെഡിക്കൽ ഓഫീസറും പിന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് അതിന്റെ ഒരു ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പ്രകാരം ഉള്ള സേവനങ്ങളെല്ലാം കറക്റ്റായി നടക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി ഉള്ള ഒരു അധികാരം ജില്ലാ മെഡിക്കൽ ഓഫീസറിന് ഉണ്ട്. അതിന്റെ കൂടെ അതിനെ എൻഫോഴ്സ് ചെയ്യണം. എന്തെങ്കിലും കുറവുകളുണ്ട്, അത് കറക്റ്റായി ചെയ്യുന്നില്ല, ഏതെങ്കിലും ആശുപത്രി വിട്ടു നിൽക്കുകയാണ്, ഏതെങ്കിലും ഇതുപോലെ ഈ ഒറ്റപ്പെട്ട ആശുപത്രികൾ എവിടെയെങ്കിലും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ജില്ലാ കളക്ടറുടെ ഫുൾ അധികാരമാണ് അതിനകത്ത് വരുന്നത്. ജില്ലാ കളക്ടർക്ക് അവിടെ വേണ്ട ആക്ഷൻസ് എടുക്കാനുള്ള അധികാരവും ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു ഗ്രീവൻസ് റിട്രസൽ അവിടെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ വന്നപ്പോ ഇപ്പൊ എല്ലാവരും എഗ്രി ചെയ്യുന്നു. ഇപ്പൊ മെജോറിറ്റി ഹോസ്പിറ്റൽ എഗ്രി ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ട്, നമ്മൾ ഇത് ഗവൺമെന്റ് ഇവരെ പേഷ്യൻസിന്റെ എല്ലാവരുടെയും കെയർ എടുക്കും, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സേവനങ്ങൾ കിട്ടുമെന്ന് നമ്മളൊരു മേൽനോട്ടം വഹിക്കും. ഇൻഡിവിജ്വൽ പേഷ്യൻസിന്റെ കാര്യം കുറച്ച് വ്യത്യാസമുണ്ട്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സയൻസ് പോലെ 1+1=2 എന്നോ അങ്ങനെ കൂട്ടാൻ പറ്റുന്ന ഒരു സാധനം അല്ല. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും സംഭവിച്ചേക്കാം. അപ്പൊ അവിടെയൊക്കെ ചില കറക്റ്റ് റേറ്റ്സ് ആണെങ്കിലും മുകളിൽ പോയേക്കാം. പക്ഷെ എങ്കിലും എന്റെ വിശ്വാസം ഇപ്പൊ ജനങ്ങൾ ആസ് എ ഹോൾ നമുക്ക് ഈ ഒരു യത്നത്തില് നല്ല രീതിയിൽ സഹകരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ സഹകരിക്കും. ആ ഒരു പരസ്പര ധാരണയിലും വിശ്വാസത്തിലാണ് ഗവൺമെന്റ് ഈ ഓർഡർ എല്ലാവരുടെ ഒരു യോജിപ്പോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, അതിനോട് ഇപ്പോൾ ഏതായാലും സ്വകാര്യ ആശുപത്രികളൊന്നും അങ്ങനെ ഒരു ഉടക്ക് വർത്തമാനം പറഞ്ഞിട്ടില്ല. അത് സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണല്ലോ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സ്വകാര്യ ആശുപത്രികൾ അപ്പാടെ ഇത്തരം കാര്യങ്ങളെല്ലാം വല്ലാത്ത തോതിൽ തള്ളിക്കളയുന്ന ആളുകളുമല്ലല്ലോ. ഡോക്ടർ ശ്രീജിത്ത്, പക്ഷേ ഇവിടെ അപ്പോഴും ഇപ്പോൾ ഈ ഭാര്യ, വിഷ്ണുവിൻ്റെ ഭാര്യ പോസിറ്റീവായിട്ടാണ് പോയതെങ്കിലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് ആദ്യം മുതൽ തന്നെ നെഗറ്റീവായിരുന്നു. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു 60,000 രൂപ എന്ന് വെച്ചാൽ ഒരു 1.5 ലക്ഷം രൂപ വരെ ആകാം എന്ന് വിചാരിച്ച് പോകുന്ന ഒരാൾക്ക് ഈ കോവിഡ് കാലത്ത് 2,19,000 രൂപയൊക്കെ വരുമ്പോൾ വലിയ മനപ്രയാസമല്ലേ ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ചോദ്യമായിട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇതൊന്ന് ഏകീകരിക്കപ്പെട്ട് കിട്ടിയാലുള്ളൊരു ഗുണം ജനങ്ങൾക്ക് കുറെ കൂടെ വിശ്വാസം അവർ പറയുന്ന ബില്ലിൽ വരും എന്നതാണ്, അല്ലേ? ഇതിനകത്തിപ്പോൾ വിഷ്ണു അദ്ദേഹത്തിനുണ്ടായ വിഷമം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ആശുപത്രിയിലാണ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം ഒരു ഘട്ടത്തിൽ ഇത് കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നതെന്നൊക്കെ. IMAയും സ്ട്രെസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ അടുത്തുള്ള ആശുപത്രികൾ, അടുത്തുള്ള നമ്മുടെ ഫാമിലി ഡോക്ടർ, നമ്മുടെ ആ ഒരു കുടുംബ ഡോക്ടർ കോൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് IMA ഏറ്റവും അധികം സ്ട്രെസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ്. നമ്മുടെ ഈ കണ്ടൽക്കാടുകൾ പോലെയാണ് ഇതിനെ മുഴുവൻ ബഫർ ചെയ്ത് നിർത്തുന്ന ഈ സ്മോൾ ആൻഡ് മീഡിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കുറേ മീഡിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ അടുത്തുള്ള കൊച്ചു പല ആശുപത്രികളും പൂട്ടിപ്പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പരിണത ഫലം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ കുടുംബ ഡോക്ടറിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ അടുത്തുള്ള സ്മോൾ ആൻഡ് മീഡിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഫെസിലിറ്റീസ് പിന്നെ കൂടുതലാക്കിക്കൊണ്ട് അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, IMA തന്നെ നടത്തുന്ന ഈ പദ്ധതിയിൽ, iSafe എന്ന് പറയുന്ന നമ്മുടെ പദ്ധതിയിൽ 1000-ഓളം ഇത്തരത്തിലുള്ള സ്മോൾ ആൻഡ് മീഡിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനകത്ത് ഈ ശൃംഖലയിൽ വന്നിട്ടുണ്ട്. അപ്പം അവർ മുഴുവൻ പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ സേഫ്റ്റി മെഷേഴ്സ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രധാന ദൗത്യം നടത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പിന്നെ നമുക്ക് ഇപ്പോഴും ഈ സ്ഥാപനങ്ങളെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ ക്ലിനിക്സിലും ഹോസ്പിറ്റൽസിലൊക്കെ വരുന്ന പേഷ്യൻസ്, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ കുറവായിരിക്കും. ഒരു ദിവസം 4, 5, 6, 10 പേരൊക്കെ ആയിരിക്കാം വരുന്നത്. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താനായിട്ട് കംപ്ലീറ്റ് മെഷീനറി നടത്തേണ്ടതുണ്ട്. എല്ലാവരുടെയും, പ്രത്യേകിച്ചൊരു ചെറുകിട സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ വരുന്നു, ഇത്തരത്തിൽ പിന്നെ അവർക്കുള്ള ഈ സുരക്ഷാ ഉപകരണങ്ങൾ വേണം,
കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. അപ്പോൾ ഒരു വശത്ത് യഥാർത്ഥത്തിൽ പല സ്ഥാപനങ്ങളും, ഞാൻ ഈ വലിയ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, പല സ്ഥാപനങ്ങളും വലിയ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തുറന്നു പോകുന്നത്. മാത്രമല്ല ഈ കോവിഡ് ഇതര ചികിത്സ പലയിടത്തും ഒരു സ്തംഭനാവസ്ഥയിലാണ്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും അതിൻ്റെ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യവസായത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് സംസാരിക്കുകയോ ആലോചിക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു സമയമല്ല ഇത്. ഈ സമയം നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ കോവിഡിനെ എങ്ങനെയും പരാജയപ്പെടുത്തുവാനും നമ്മളുടെ ജനങ്ങളുടെ ജീവൻ ഏത് രീതിയിലും രക്ഷിക്കുവാനും പ്രതിജ്ഞാബദ്ധരാണ്. അപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് മാതിരി ഇപ്പോൾ ഡോക്ടർമാർ തന്നെയാണെങ്കിലും അവരെല്ലാവരും സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും കഴിഞ്ഞ ലോക്ക്ഡൗണിലും ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തും പല ഡോക്ടർമാർക്കും സാലറി കട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ചർച്ചയിൽ പോലും കൊണ്ടുവരാതെ, കാരണം അതിലും വലിയൊരു വിപത്ത് നമ്മൾ നേരിടുന്നു എന്നുള്ളത് കൊണ്ട് ഒറ്റ മനസ്സോടെ ഈ കോവിഡിൻ്റെ വിപത്തിനെ നമ്മൾ നേരിട്ട് പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കേരളം മറ്റേ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ ഒക്കെ അപേക്ഷിച്ച് ഏറ്റവും ചികിത്സാ നിരക്ക് കുറവുള്ള ഒരു സംസ്ഥാനവും ഏറ്റവും ഗുണമുള്ള ചികിത്സ നൽകുന്ന ഒരു സംസ്ഥാനവുമാണ് കേരളം. അതുകൊണ്ടാണ് കേരളം ഹെൽത്ത് ടൂറിസത്തിന് പറ്റിയ ഒരു സ്ഥലമാണെന്ന് പോലും പറയുന്നത്. ഡോക്ടർ പ്രതാപ് തന്നെ സൂചിപ്പിച്ചു, ആൻജിയോപ്ലാസ്റ്റി പോലും ഇത്രയും ചെറിയ നിരക്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഗുണമുള്ള, ലോകത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള ചികിത്സ ഏറ്റവും ചെറിയ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഈവൻ നമ്മുടെ ചെറിയ വലിയ സ്ഥാപനങ്ങളും അതുപോലെ ചെറിയ സ്ഥാപനങ്ങളിൽ തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ ലോകോത്തര നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജുകളാണ്, അവിടുത്തെ ഡോക്ടർമാരാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന വസ്തുതയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ റേറ്റ്, അതിനകത്തുള്ള ചില അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അവസാനമായിട്ട് പോയിക്കൊള്ളാം. ഡോക്ടർ ശ്രീജിത്ത്, ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് ചോദിക്കട്ടെ. അത് ഡോക്ടർ അമർ ഫെറ്റിലിനോടും ഡോക്ടർ പ്രതാപിനോടും ചോദിക്കേണ്ടതാണ്. രണ്ടുപേരിലേക്ക് ഞാൻ വരാം. ഡോക്ടർ ശ്രീജിത്ത്, എന്തുകൊണ്ടാണ് നമുക്കും ഓക്സിജൻ ക്ഷാമം ഉണ്ടാകുന്നത്? ഇപ്പോൾ കാസർഗോഡ് 2 ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം ഉണ്ടായി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയോട് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ ഇത് പാലക്കാട് ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് നിന്ന് നമ്മളിലേക്ക് എത്താനുള്ള ഒരു ദൂരം അതിനകത്തൊരു പ്രശ്നമാകുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഞാൻ ചോദിക്കുന്നത്, ഓരോ ആശുപത്രികളിലും ഓക്സിജൻ ക്ഷാമം വരാത്ത വിധം ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളിലെ എന്തുകൊണ്ടാണ് നമ്മൾ ഓക്സിജൻ ഉണ്ടായിട്ടും ചില ആശുപത്രികളെങ്കിലും പ്രയാസപ്പെടുന്നത്? അത് വരും ദിവസങ്ങളിൽ കൂടുന്ന അവസ്ഥയുണ്ടായാൽ ബുദ്ധിമുട്ടാകില്ലേ? നമുക്ക് ഈ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജന് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഓക്സിജൻ ഉൽപ്പാദനം, അതിൻ്റെ സംഭരണം. 2, അതിൻ്റെ ട്രാൻസ്പോർട്ട്. പിന്നെ ആശുപത്രികളിൽ അതിൻ്റെ ശേഖരണം. ഈ ശൃംഖല മുഴുവൻ കൃത്യമായി നടന്നാൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഓക്സിജൻ ഓരോ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. കേരളത്തിൽ നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് ആവശ്യമായ ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് കേന്ദ്ര പൂളിലേക്ക് കുറച്ച് ഓക്സിജൻ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ സംസ്ഥാനം റിസർവായിട്ട് കരുതാൻ ഉദ്ദേശിച്ച 450 മെട്രിക് ടണ്ണോ മറ്റോ അത്രത്തോളം നമുക്ക് റിസർവായിട്ട് ശേഖരിക്കാൻ സാധിച്ചില്ല. 60-80 ശേഖരിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ അത് റിസർവാണ്. അതിൻ്റെ അർത്ഥം നിലവിലുള്ള സാഹചര്യം തരണം ചെയ്യുവാനുള്ള ഓക്സിജൻ കപ്പാസിറ്റി നമുക്കുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ പോലും ഈ ഓക്സിജൻ കൊണ്ടുപോകാനുള്ള കണ്ടെയ്നർ, ഇത് സൂക്ഷിക്കേണ്ടുന്ന കണ്ടെയ്നേഴ്സ്, ആശുപത്രികളിൽ ഏതൊക്കെ ആശുപത്രികളിൽ ദ്രവരൂപത്തിലോ ഓക്സിജൻ അല്ലെങ്കിൽ ലിക്വിഡ് ഓക്സിജൻ കൈകാര്യം ചെയ്യാൻ സാധിക്കും, എവിടെയൊക്കെയാണ് അല്ലാതെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബൃഹത്തായ ശൃംഖലയും പദ്ധതിയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അത് ചെറിയ അളവിൽ ഓക്സിജൻ കൊടുക്കാനാണെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ മതിയാകും. ഈ എന്തുകൊണ്ട് ദൗർലഭ്യം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ആവശ്യകത കൂടുമ്പോൾ ദൗർലഭ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു വശത്തുനിന്ന് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ വിഭവശേഷി കൂട്ടുകയും പ്രത്യേകിച്ച് നമുക്ക് ഈ ട്രാൻസ്പോർട്ടിംഗ് കപ്പാസിറ്റിയും സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂട്ടുകയും വേണം. കേന്ദ്ര പൂളിൽ നിന്ന് നമ്മൾ കൂടുതൽ ഓക്സിജനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ രോഗം പിടിച്ചു നിർത്തുക മാത്രമാണ് പുറത്തു വരുവാനായിട്ടുള്ള ഒരു മാർഗം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ചർച്ച അവസാന ഭാഗത്തേക്ക് പോകണം. ഞാൻ ശ്രീ വിഷ്ണു, ഞാൻ താങ്കളിലേക്ക് അവസാനം വന്നുകൊള്ളാം. ഡോക്ടർ അമർ ഫെറ്റിൽ, ഈ ആശുപത്രികൾക്കകത്ത് ഈ പറയുന്ന നമ്മളിപ്പോൾ ഡൽഹിയിലൊക്കെ ഉണ്ടായ ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതിരിക്കണമെന്നാണല്ലോ എല്ലാ മലയാളികളും ആഗ്രഹിക്കുക. വലിയ ഭയപ്പെടുന്ന ദൃശ്യങ്ങളാണല്ലോ അവിടെ നിന്നെല്ലാം വന്നത്. ഇതിപ്പോൾ ഓക്സിജൻ ക്ഷാമത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ പല ഘടകങ്ങളുണ്ട്. ഈ ആശുപത്രികളിൽ സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടെ ശക്തിപ്പെടുത്തുക എന്ന കാര്യം കൂടെ എല്ലാ സ്വകാര്യ ആശുപത്രികളും ചെയ്യേണ്ടതല്ലേ? സ്വകാര്യ ആശുപത്രികൾ മാത്രമല്ല, ഇതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യത്തിനും ആവശ്യത്തിലേറെയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓരോ ആശുപത്രികളും ഓക്സിജൻ ക്ഷാമം കുറഞ്ഞ നേരത്തേക്കെങ്കിലും അനുഭവിച്ചേക്കാം എന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ അതാതിടങ്ങളിലെ ശേഖരണത്തിനുള്ള സംവിധാനം കൂട്ടുക എന്നത് പ്രായോഗികമാണോ? അത് ആലോചിക്കുന്നുണ്ടോ?
ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഒരു ഉത്തരവിനകത്ത് ഇതും കൂടെ എൻകറേജ് ചെയ്യണമെന്നും ഓക്സിജൻ സ്റ്റോറേജ് കൂട്ടാനുള്ള ഫെസിലിറ്റീസ് കഴിയുന്നത്ര ഹോസ്പിറ്റൽസിൽ ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റൽസും ഉണ്ടാക്കണം എന്നൊരു നിർദ്ദേശവും കൂടെ ഗവൺമെന്റ് ഒരു ഉത്തരവിനകത്ത് വായിച്ചതുപോലെയാണ് എനിക്ക് കഴിഞ്ഞ ദിവസം തോന്നിയത്. ഓക്സിജന് നമുക്ക് പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കാസർഗോഡ് ഓക്സിജൻ കുറഞ്ഞു, അപ്പൊ ഉടനെ അത് കണ്ണൂർ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേൾക്കുമ്പോൾ കാസർഗോഡ് തൊട്ടിപ്പുറത്തുള്ള ജില്ലയാണ് കണ്ണൂർ. പക്ഷെ ആ ഭാഗത്ത് സ്ഥിരമായി ട്രാവൽ ചെയ്ത ആൾക്കാർ എന്നുള്ള കാര്യം ഇപ്പൊ ഞാനും ട്രാവൽ ചെയ്തത്. അങ്ങനെ റോഡ് വഴി ട്രാവൽ ചെയ്യുമ്പോൾ അത് നല്ലൊരു സമയം എടുക്കുന്നൊരു ജേണിയാണ്. അപ്പൊ ഇതുപോലെ പ്രൊഡക്ഷൻ പോയിന്റ് ഇപ്പൊ ഇനോക്സിന്റെ പ്ലാന്റിൽ നിന്ന് എല്ലാ സ്ഥലത്തും എത്തുമ്പോൾ അതൊരു ഡിലേ അവിടെ എന്തായാലും വരാൻ ചാൻസ് ഉള്ളത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വേണ്ടത്ര പ്രൊഡക്ഷൻ സ്റ്റോറേജ്. പിന്നെ ഒരു കാര്യം ഗവൺമെന്റ് സാങ്കേതികമായിട്ടുള്ള മാർഗ്ഗരേഖ കൊടുത്തിട്ടുള്ളത് ഓക്സിജൻ വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ സാധാരണ ഓക്സിജന് പലപ്പോഴും ഓവർ യൂസ് ചെയ്യാനുള്ളൊരു പ്രവണത ആൾക്കാർക്ക് വന്നു പോകും. കാരണം ഈ പേഷ്യൻസിന് ഒരു വെപ്രാളമുണ്ട്, ടെൻഷനുണ്ട്. അതുപോലെ പലപ്പോഴും ആദ്യ കാലത്തൊക്കെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാതെ കുറച്ച് ഓവർ സൈഡിൽ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓവർ സൈഡിൽ സ്ഥിരമായിട്ട് എത്രയോ പേഷ്യന്റ് പോകുമ്പോൾ ഇപ്പൊ ഒരു മിനിറ്റിൽ 10 ലിറ്റർ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു മണിക്കൂറിൽ എത്ര, അങ്ങനെ 10, 20, 30 പേഷ്യന്റുടെ എത്ര. അപ്പൊ ഓവർ യൂസ് ഇവർക്ക് എല്ലാവർക്കും വരികയാണെങ്കിൽ അത് അറിയാതൊരു വേസ്റ്റേജ് വരും. ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഇപ്പൊ വാക്സിൻ നമ്മൾ ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേസ്റ്റേജ് കുറഞ്ഞ രീതി നമ്മുടെ മെഡിക്കൽ സ്റ്റാഫിന് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിലും ആ ഓക്സിജൻ ഓഡിറ്റ് അല്ലെ ഓക്സിജൻ വേസ്റ്റേജ് കുറയ്ക്കുന്ന മാർഗ്ഗരേഖകൾ നമ്മുടെ മെഡിക്കൽ സ്റ്റാഫ് അതിലോട്ട് പെട്ടെന്ന് തന്നെ യോജിച്ച് അത് കറക്റ്റായി ചെയ്യുമ്പോൾ നമുക്ക് കൺസംഷൻ റേറ്റ്സ് കുറയും. അപ്പൊ അവൈലബിൾ സ്റ്റോറേജ് കുറച്ചും കൂടെ നേരത്തേക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പൊ അതുപോലെ പല പല വസ്തുതയാണ് ഈ ഓക്സിജന്റെ ഇഷ്യൂവിനെ മെഡിക്കൽ ആരോഗ്യ വകുപ്പ് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നല്ല നിലയ്ക്ക് നിൽക്കുന്നു. പക്ഷേ ഈ ബൾക്ക് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ പ്രയാസം. അപ്പൊ അവിടെയാണ് ഈ ഓക്സിജൻ നമ്മൾ വലിയൊരു ഇഷ്യൂ പറയുമ്പോൾ അവിടെയും ജനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. രോഗത്തിന്റെ സംക്രമണം അല്ലെങ്കിൽ പകർച്ചനെ തടഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്ന നമ്പർ കുറയ്ക്കുക. ഹോസ്പിറ്റലിൽ എത്തുന്ന നമ്പർ കുറച്ചു കഴിഞ്ഞാൽ ICUലോ ഓക്സിജൻ ബെഡ് വേണ്ടി വരുന്ന നമ്പർ കുറയും. ഓക്സിജന്റെ ചെലവ് അതിന്റെ യൂസ് അവിടെയും ടോട്ടൽ ക്വാണ്ടിറ്റി കുറയും. അപ്പൊ ഇതിലെല്ലാം ജനങ്ങൾക്കൊരു പങ്കുണ്ട്. നമ്മൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ വെറും ടെക്നോളജി മാത്രമല്ല, അവിടെയും സോഷ്യൽ ആയിട്ടുള്ള ചില നടപടികൾ ജനങ്ങൾ ഇത് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊക്കെയോ ആൾക്കാർ നമ്മുടെ സ്വന്തമായിരിക്കും, അന്യരായിരിക്കും, പക്ഷെ ആരും സഫർ ചെയ്യാതിരിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു പങ്കുണ്ട്. അപ്പൊ അതിനാണ് ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ സഹകരണം ഒക്കെ വരുന്നത് അവിടെ. അതാണ് പ്രിവെന്റീവ് ആസ്പെക്ട് എപ്പോഴും നമ്മൾ ആലോചിക്കണം. ഓരോരുത്തർക്കും ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വ്യക്തിക്ക് ഓക്സിജൻ കിട്ടാണ്ട് പ്രയാസത്തിൽ പോകാതെ ഇരിക്കാൻ നമ്മൾക്കൊരു പങ്കുണ്ട്. ഇവിടെ നിൽക്കുന്ന കാസർഗോഡ് ഒരാളുടെ രക്ഷയ്ക്ക് നമ്മൾ തിരുവനന്തപുരത്തിരിക്കുന്ന ആൾക്ക് പങ്കുണ്ട്. തിരുവനന്തപുരത്ത് ഒരാൾക്ക്, കൊല്ലത്ത് ഒരാൾക്ക് പ്രയാസം വരയ്ക്കാൻ വേണ്ടി വയനാട്ടിലെ ആൾക്ക് പങ്കുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഇതൊക്കെ ഓർത്ത് ഈ സീൻസ് ഇപ്പൊ TV കൂടെ കാണുന്ന ഈ സീൻസ് ഒക്കെ ഇതെല്ലാം ഗുണപാഠങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊന്നും വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യാം, ഈ സന്ദേശം കൂടെ നമുക്ക് പോയാൽ വളരെ നല്ലതാണ്. അതെ, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പറയുന്നതെല്ലാം രോഗം വന്നതിന് ശേഷം ആശുപത്രികളെ, അത് സ്വകാര്യ ആശുപത്രികൾ വേണോ പൊതു ആശുപത്രികൾ വേണോ എന്ന, സർക്കാർ ആശുപത്രികൾ വേണോ എന്നൊക്കെ ആലോചിക്കേണ്ടത് രോഗം വന്നതിന് ശേഷമുള്ളതാണ്. രോഗം വരാതിരിക്കാൻ ഏറ്റവും കഠിനമായ ശ്രമം നടത്തുക എന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചയിൽ മുഴുവൻ ആരോഗ്യ വിദഗ്ധരും ഇരിക്കുന്നത്. ഡോക്ടർ പ്രതാപ്, നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകണം. പക്ഷേ അപ്പോഴും ഈ മനുഷ്യർക്ക് ഭയം ഉണ്ട്. അതായത് ഈ അസുഖം വന്ന് ഓടിച്ചെന്ന് അടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ അവർ നമ്മുടെ കഴുത്തറത്ത് കളയുമോ എന്ന പേടി വലിയ തോതിലുണ്ട്. അത് അത്തരം ചർച്ചകൾ വരാറുണ്ട്. ഇപ്പോൾ അതിനകത്തുള്ള സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് അറിവ് ഇല്ലാത്തത് കൊണ്ട് കൂടെ ആയിരിക്കണം. പക്ഷേ എങ്കിലും അങ്ങനെയുണ്ട്. ഈ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ എന്തായാലും ഞാൻ അങ്ങനെ അല്ല വിചാരിക്കുന്നത്. വിഷ്ണുവിനെ ആ ഹോസ്പിറ്റൽ വല്ലാത്ത തോതിൽ ഉപദ്രവിച്ചു എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ അതിൻ്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടെ കേട്ടിട്ടുള്ളത് കൊണ്ടും ആ ആശുപത്രിയുടെ അധികൃതർ വന്ന് സംസാരിച്ചപ്പോൾ അവരുടെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതും അങ്ങനെയാണ്. അവർ വല്ലാതെ ഉപദ്രവിക്കുകയാണ് വിഷ്ണുവിനെ ചെയ്തത് എന്ന്. പക്ഷേ അങ്ങനെ ഒരു ഭയം സ്വകാര്യ ആശുപത്രികളോട് വേണ്ട. ഈ മോശം കാലത്ത് എല്ലാവർക്കും ഒപ്പം നിൽക്കുകയാണ് സ്വകാര്യ ആശുപത്രികളും ചെയ്യുക എന്നല്ലേ നിങ്ങളെല്ലാം പറയുക? ആക്ച്വലി എനിക്ക് 2 പോയിന്റ് ഓക്സിജനെ കുറിച്ച് പറയാനുള്ളത്. ഹൈ ഫ്ലോ ഓക്സിജൻ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും ഓക്സിജൻ ഈ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ എണ്ണം കുറവാണെങ്കിൽ പേഷ്യന്റ് ബാഡ് ആകുമ്പോൾ നമ്മൾ ഹൈ ഫ്ലോ ഓക്സിജനിലേക്ക് പോവുകയും അതിന്റെ 10 times ഓക്സിജൻ കൺസംഷൻ വരികയും വരും. എല്ലാ ഹോസ്പിറ്റലിലും ഒരുപാട് വെന്റിലേറ്റർ ഉപയോഗിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതിന്റെ കോസ്റ്റും അതിന്റെ ഇംപ്ലിക്കേഷനും. ഈ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ അത്രയും വെന്റിലേറ്റർ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ കാർഡിയക് സർജറി റെഗുലർ ആയിട്ട് നടക്കുന്നതാണ്. കാർഡിയക് സർജറി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ എല്ലാ വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോഴും ഒരുപാട് ക്രിട്ടിക്കൽ പേഷ്യന്റ് ഹൈ ഫ്ലോ ഓക്സിജൻ വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓക്സിജന്റെ റിക്വയർമെന്റ് ഹൈ ആയെന്നാണ് ഞാൻ കാണുന്നത്. 80-90 സിലിണ്ടറുകളും ലിക്വിഡ് ഓക്സിജനും കംപ്ലീറ്റ് ആയിട്ടും ഒരു
24 hours വാനിഷ് ചെയ്യുമ്പോൾ അടുത്ത ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടിയും ലിക്വിഡ് ഓക്സിജന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. പലപ്പോഴും സർക്കാർ ആശുപത്രി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓക്സിജൻ ലഭ്യത കിട്ടുന്നത് തന്നെ. പലപ്പോഴും നമുക്ക് അതിന്റെ വിഷമം എല്ലാ 24 hours ഏർലി മോർണിംഗ് 2 AM ഇതിനകത്ത് ഓക്സിജൻ ഇറക്കാൻ പോലും ആളിനെ കിട്ടാത്തൊരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഓക്സിജന്റെ ലാസ്റ്റ് പോയിന്റ് ശ്രീജിത്ത് പറഞ്ഞ കണക്ക് കൊണ്ടുവരുന്നു, ഇറക്കുന്നു, ആ ഇറക്കുന്നതിൽ സ്റ്റോറിങ് ഇത് ഭയങ്കര ഒരു പ്രശ്നമാണെന്നായിട്ട് ഞാൻ കാണുന്നത്. ഇനി ലാസ്റ്റിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് എത്തുക. സനീഷ്, ഇതിനകത്തുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഒരു സ്വകാര്യ ആശുപത്രിയും നല്ല ചികിത്സ എല്ലാ സ്വകാര്യ ആശുപത്രികളും കേരളത്തിലെ എല്ലാ ഡോക്ടർമാരും ഒത്തൊരുമിച്ച് തന്നെയാണ് നല്ല ചികിത്സ കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇടയ്ക്കുള്ള ചില സ്ട്രേ ഇൻസിഡൻസിനെ ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫ്രറ്റേണിറ്റിയുടെ എനർജി കളയരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ കാണണം. എല്ലാവരും ഇപ്പൊ വിഷ്ണുവിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് അത് യാഥാർത്ഥ്യമാണ് എന്നാണ്. എനിക്കതിന്റെ പ്രായോഗികത അറിയാത്തതുകൊണ്ട് ഞാൻ അകത്ത് കിടക്കുന്നില്ല. പക്ഷെ എങ്കിലും പലരും ഇതിനെ ഒരു അവസരമാക്കിയെടുത്ത് സ്വകാര്യ ആശുപത്രിക്ക് എതിരായിട്ടൊരു ആയുധമാക്കിയെടുത്ത് ഉപയോഗിക്കുന്നതും അസാധാരണമല്ലെന്ന് എനിക്ക് എടുത്തു പറയേണ്ടി വരുന്നു. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ ഒരു ചെറിയ സമയത്ത് ആ സമയത്ത് വാഴ വെട്ടാം എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ആശുപത്രികൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. മുമ്പേ ഡോക്ടർ അമർ പറഞ്ഞ കണക്ക് നമ്മൾ 60% എങ്കിലും രോഗികളെ ഇന്നും കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങളാണ്. അവരെ ഒറ്റയടിക്ക് തള്ളി പറഞ്ഞ് അവരെ മുഴുവൻ പേരെയും മോശമാക്കി പറഞ്ഞ് അത് തെറ്റായൊരു പ്രവണതയാണ്. അവരാണ് നല്ല കെയർ കൊടുക്കുന്നത്. അതിനകത്ത് ഒരു പോയിന്റ് എനിക്കെടുത്ത് പറയാനുണ്ട്. ഓക്സിജൻ, നമ്മുടെ ഈ വാക്സിന്റെ കാര്യം. വാക്സിന്റെ ലഭ്യത സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നീണ്ട നേരം 3 മണിക്ക് 4 മണിക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. ഇത് കൊടുക്കാമായിരുന്നു. എല്ലാവർക്കും കൊടുത്തു തീർക്കാനുള്ള അവൈലബിൾ വാക്സിൻ കൊടുത്തു തീർക്കാമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ എനിക്ക് പറയാനുണ്ട്. കറക്റ്റാണ്. അതായത് വാക്സിൻ മതിയായ തോതിൽ ലഭ്യമാവുകയാണെങ്കിൽ സ്വകാര്യ ആശുപത്രികളുടെയും കൊടുക്കുന്ന മുറയ്ക്ക് അത് ഗുണം ചെയ്യും. അവിടെ ഡോക്ടർ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ വിഷ്ണുവിലാണ് അവസാനിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വകാര്യ ആശുപത്രികളെ അപ്പാടെ എതിർക്കുക അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ ശരിയല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയുക എന്നത് ഈ ചർച്ചയുടെ ഉദ്ദേശമേ അല്ല, ഞങ്ങളുടെ ഉദ്ദേശമേ അല്ല. സ്വകാര്യ ആശുപത്രികൾ അതിമഹത്തായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഒട്ടും സംശയരഹിതമായിട്ടാണ് അക്കാര്യം പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആളുകളുടെ ആരോഗ്യത്തിലൊക്കെ സ്വകാര്യ ആശുപത്രികൾക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികളെ പോലെ തന്നെയും പ്രാധാന്യമുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ സംഭവമുണ്ടായ പ്രത്യേക ആശുപത്രിയിലെ സൺറൈസ് ആശുപത്രിയിലെ മുഴുവൻ കാര്യങ്ങളും കുഴപ്പമാണെന്ന് പോലുമല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ മുന്നിൽ ഈ ഉള്ള വസ്തുത, ഈ കാര്യം, ഈ പരാതിക്കാരൻ ശ്രീ വിഷ്ണു എന്ന് പറയുന്ന ആ കാര്യത്തിനകത്തൊരു അനീതിയുണ്ട് എന്ന് പ്രാഥമികമായ കേൾവിയിൽ തന്നെയും വ്യക്തമാണ്. ആ ആശുപത്രി തന്നെയും കുഴപ്പം പിടിച്ച ആശുപത്രിയാണെന്നല്ല, ആ ആശുപത്രി എല്ലാവരോടും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നല്ല, ആ ആശുപത്രി അടക്കമുള്ള സ്വകാര്യ ആശുപത്രികൾ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ പ്രശ്നം ഇവിടെയുള്ള ഈ വിഷയത്തിൽ അവരനീതിയാണ് വിഷ്ണുവിനോട് കാണിച്ചതെന്ന കാര്യത്തിൽ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങൾ റിപ്പോർട്ടർക്കും അപ്പോൾ ചർച്ച നടത്തിയ എനിക്കും ഈ അക്കാര്യത്തിൽ സംശയമുണ്ടായിട്ടില്ല. എന്തായാലും വിഷ്ണു, ഇവിടെ ഏതായാലും ഈ ചർച്ച അവസാനിപ്പിക്കാം. ഏതെങ്കിലും വിധത്തിൽ നിയമപരമായിട്ടോ മറ്റോ അത് ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ടോ? അമ്മയും കുഞ്ഞുമൊക്കെ സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? മറ്റ് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ട് നമുക്ക് പെട്ടെന്ന് നേരിട്ടൊരു വലിയ അടി എന്നതൊഴിച്ചാൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, നിലവിൽ അമ്മയും കുഞ്ഞും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. നിലവിൽ ഇവര് കുഞ്ഞ് ജനിക്കുമ്പോൾ എടുക്കുന്ന ഒരു 3 വാക്സിനോ എന്തോ പോളിയോയോ അതുപോലെ എന്തോ വാക്സിൻ ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് നിലവിൽ പോസിറ്റീവ് ആയതിന്റെ പേരിൽ ഇവരെന്റെ അടുത്ത് പറഞ്ഞത് അത് അമ്മ ഒന്ന് റെഡി ആയതിനു ശേഷം ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇന്നിപ്പോ നിലവിൽ അത് വാക്സിൻ എടുത്തു, പോളിയോയും എടുത്തു. അതിനുശേഷം വേറെ എന്തോ ഒരു വാക്സിൻ ഉണ്ടായിരുന്നു സൈഡിൽ, അതുകൂടെ എടുത്തു. അപ്പൊ നിലവിൽ അമ്മയ്ക്കും കുഞ്ഞിനും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ വേറെ എന്താന്ന് വെച്ചാൽ, എന്നെ പോലെ പലർക്കും ഇതുപോലെ ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പലരും ഇത് പറയാൻ മടിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനും ഇത് ഇങ്ങനെയൊന്നും ഈ ഒരു ഇഷ്യൂ ആക്കണം എന്നുള്ള രീതിയിലും ചിന്തിച്ച ആളല്ല. പക്ഷെ എനിക്ക് ഇത്രയും സങ്കടം വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് 5-ാം തീയതി ഇവർ ഡിസ്ചാർജ് ചെയ്തത് പറഞ്ഞ് 4 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് ബാക്കി എമൗണ്ട്, അതായത് 1 lakh ഞാൻ ഓൾറെഡി പേ ചെയ്തു, അഡ്വാൻസ് അടച്ച ആളാണ്. ബാക്കി എമൗണ്ട് എത്ര വരും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ വിളിച്ചില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു 6 മണിക്ക് ഫിനാൻഷ്യലി ആൾക്കാർ പോവും, ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കുള്ളിൽ വിളിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വിളിച്ചില്ല. 8:30 ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് വണ്ടിയായിട്ട് ഇവിടുന്ന് ചെന്നപ്പം എൻ്റെ അടുത്ത് വൈഫ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ 5-ാം തീയതി ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞ് ഇവർ എനിക്ക് നൈറ്റ് ഫുഡ് തന്നിട്ടില്ല ഹോസ്പിറ്റലുകാർ. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, ഞാൻ ഈ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ഓടി കയറി ചെല്ലുന്നത്. ഞാൻ അവിടെ കയറി ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഫുഡ് കൊടുക്കാത്ത എന്താ? ഞാൻ പൈസ അടയ്ക്കാത്തതുകൊണ്ടാണോ? അതില്ലെങ്കിൽ ഞാൻ ഈ പൈസ നിങ്ങൾക്ക് തരാനുണ്ടോ? നിങ്ങളോട് ഞാൻ ചോദിച്ചാണ്, എത്ര എമൗണ്ട് വേണമെന്ന് ചോദിച്ചാണ്. നിങ്ങൾ അതിനൊന്നും എനിക്ക് ആൻസർ തന്നിട്ടില്ല. നിലവിൽ ഫുഡ് കൊടുക്കാത്തതിന്റെ റീസൺ ചോദിച്ചപ്പോൾ അവിടെ PR ഡെസ്കിലിരുന്ന ഒരു ലേഡിയാണ്. ആ ലേഡി എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യാനുണ്ടായത്. ആ ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞു, ഡിസ്ചാർജ് ചെയ്തേക്കുന്ന പേഷ്യന്റ് അല്ലേ, അങ്ങോട്ട് മാറി നിൽക്കും,
കുറച്ച് താമസം വരുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചവിട്ടിയാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ 8:30 മുതൽ ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് എനിക്ക് ഡിസ്ചാർജിന്റെ ബില്ലാക്കി തന്നത് സമയം 2 മണിയായി. 2 മണി രാവിലെ ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം വൈഫിന് രാവിലത്തെ ഫുഡ് കൊടുത്തു അവര്. അതിനുശേഷം വേറെ ഒന്നും ഫുഡും കൊടുത്തിട്ടില്ല. വെള്ളം എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ വൈഫ് റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത കോവിഡ് വാർഡിൽ ചെന്നിട്ട് വേണം അവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് വൈഫിന് കുടിക്കാൻ വരെ വെള്ളം എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ എന്നും കൂടെ നിങ്ങളൊന്ന് ഓർത്തു നോക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അവസാനം ബില്ലടയ്ക്കാൻ ഞാൻ ചെന്നിരുന്നു. 2,19,000 ബില്ല് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി അവിടെ ഇരുന്നു. കാരണം എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല. ഞാൻ ഒരു 30,000 രൂപ എക്സ്ട്രാ കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. വേറെ എന്തെങ്കിലും വേണ്ടി വന്ന ഒരു 10-20,000 രൂപ, ഒരു 1.5 ലക്ഷം, 1,60 ബില്ല് മനസ്സിൽ കണക്കാക്കിക്കൊണ്ടാണ് പോയത്. എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടിക്ക് മാത്രം 75,000 രൂപ. ഞാൻ നോക്കിയപ്പോൾ ശരിയായിരിക്കാം, NICUയിൽ കിടന്ന കുട്ടിയാണ്, 5 ദിവസം NICUയിൽ കുട്ടി ഉണ്ടായിരുന്നു, 75,000 രൂപ ബില്ല്. വൈഫിന്റെ ബില്ല് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ICU എന്നും പറഞ്ഞതിൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ICUവിലൊന്നും കയറ്റേണ്ട വന്നിട്ടില്ല വൈഫിന്, നിലവില് അങ്ങനെ ഒരു ആവശ്യമേ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അത് മാത്രമാണ് ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം തലേന്നത്തെ ഫുഡ് വരെ ഇവർ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പം സങ്കടം. വിഷ്ണു പറയുമ്പോൾ അത് മനസ്സിലാവും. അതൊരു വലിയ സങ്കടകരമായ സാഹചര്യമാണ്. നമ്മുടെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിട്ട് ആ നിലയ്ക്ക്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ആശുപത്രിയിലേക്ക് പോയിരിക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു അടിയേൽക്കുന്ന പോലെയാണ് തോന്നുക. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. വലിയ ആശയക്കുഴപ്പമായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ നിലവിലെ ഈ ന്യൂസ് 18 ന്യൂസ് ഉച്ചയ്ക്കാണ് വന്നത്. അതിനുശേഷം ഫേസ്ബുക്കിൽ നിങ്ങളുടെ പോസ്റ്റിന് അടിയിൽ കുറെ പേര് കമന്റ് അടിച്ചിരിക്കുന്നുണ്ട്. അതായത് നെഗറ്റീവ്. അതായത് ഞാൻ എന്തോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തപ്പി ഗമ കാണിക്കാൻ പോയിട്ടല്ലേ ഇതുപോലെയൊക്കെ വന്നതെന്ന് ചോദിച്ചാൽ ആൾക്കാർ കമന്റ് അടിച്ചിരിക്കും. നമ്മുടെ അവസ്ഥ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. അല്ലാണ്ട് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നുണ്ട് വിഷ്ണു. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് ഈ പറയുന്ന എന്ത് വാർത്തകൾക്ക് താഴെയും ആളുകൾ വന്നിട്ട് യാതൊരു കാരുണ്യവുമില്ലാതെ മനുഷ്യരെ പരിഹസിച്ചുകൊണ്ട് എഴുതുന്ന ആളുകളുണ്ട്, കുറച്ച് ആളുകൾ. അത് അങ്ങനെ കണ്ട് തള്ളിക്കളഞ്ഞാൽ മതി. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഇത്രയും ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷവും ഈ ആശുപത്രി അവരുടെ ബില്ല് പരിശോധിച്ചിട്ട് തിരുത്തിയിട്ട് തരാനാകുന്നൊരു പൈസ തിരിച്ചു തരുമെന്നാണ്. അല്ലെങ്കിൽ ഇത് ആ നിലക്ക് അവരുടെ ഈ കാലത്തിന് അനുയോജ്യമായൊരു കാരുണ്യം ആ ആശുപത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ നന്ദി വിഷ്ണു ഞങ്ങളോടൊപ്പം വന്നിരുന്നതിന്. ഈ സമയത്ത് വളരെ നന്ദി ഡോക്ടർ അമർ ഫെറ്റിൽ, ഡോക്ടർ ശ്രീജിത്ത് കുമാർ, ഡോക്ടർ പ്രതാപ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. കോവിഡ് പോസിറ്റീവ് ആകാതിരിക്കുക എന്നതാണ് ഈ ദിവസം